പ്രാർത്ഥിക്കാം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവായി തീരുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് റോസി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ യേശു ക്രിസ്തുവിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ മധ്യാഹ്ന സമയത്ത് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായി അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ അങ്ങ് തന്ന മഹാദയയ്ക്കും കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ ദയയാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ കൃപയും അങ്ങയുടെ കരുണയും മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അടിയങ്ങളെ പൂർണ്ണമായി ആ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അപ്പച്ചാ അങ്ങയുടെ പൊന്നു പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, പലവിധ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ഒക്കെയും വന്നവരുണ്ട്. കർത്താവേ, സകലത്തിനും മതിയായ എൻ്റെ പൊന്നപ്പച്ചൻ്റെ പൊന്നു പാദപീഠത്തിലേക്ക് ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ഞങ്ങൾ താഴ്മയായി സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാ, നീ ഞങ്ങളുടെ പിതാവാ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല അപ്പച്ചാ. അതുകൊണ്ട് ആ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഫ്രൈഡേ ഫാസ്റ്റിംഗ് കഴിഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് കൂടി വരുമ്പോൾ കർത്താവേ, ഇതിന് നേതൃത്വം തരുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കുടിച്ചാനെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബമായി കർത്താവേ, അങ്ങയുടെ കൃപയിൽ നിർത്തുന്ന അങ്ങയുടെ മഹാദയിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇനി ശക്തിപ്പെടുത്തണം കർത്താവേ, അടിയങ്ങളെ കർത്താവെ നടത്തുവാൻ തക്കവണ്ണം ബലം കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, പാവശാനെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, കുടുംബമായി കർത്താവെ എല്ലാവരെയും ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അപ്പച്ച അങ്ങയുടെ കൃപയിൽ അങ്ങയുടെ സ്ഥാനത്തിൽ എൻ്റെ മകനെ മറയ്ക്കണം. കർത്താവെ, അടിയങ്ങൾക്ക് കർത്താവെ കൂടുതൽ നേതൃത്വം തരുവാൻ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ച് അങ്ങ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു അപ്പച്ച മീഡിയ കൈകാര്യം ചെയ്യുന്ന സജി ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പച്ച ഇതിലെ ഗായക സംഘത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അപ്പച്ച അടിയങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാൻ അങ്ങയുടെ മഹത്വം ഇറങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവെ, കർത്താവെ നീ അത് ഇടയാക്കണം. കർത്താവെ, അനുഗ്രഹപ്പെട്ട ഒരു ഗായകം കർത്താവെ, പാട്ട് കർത്താവെ ഞങ്ങൾക്ക് കിട്ടുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ സങ്കീർത്തനം ധ്യാനിക്കുന്നവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പച്ച മധ്യസ്ഥ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ അനേകം വിഷയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വെക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് തൃക്കൺ പാർത്ത് കർത്താവെ, അടിയങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവെ അത് ഞങ്ങൾക്ക് നടത്തി തരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് വചനം തരുന്ന കർത്താവെ ഇതിൻ്റെ പ്രിയദാസിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം കർത്താവെ ഏത് ആത്മാവിൽ എഴുതിയിരിക്കുന്നോ അതേ ആത്മാവിൽ കർത്താവെ അടിയങ്ങളിലേക്ക് പകരുവാൻ തക്കണം നിന്റെ മകനെ ബലപ്പെടുത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പച്ചാ ഇവിടെ സൂമിലെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയിൽ പൊതിയണം. കർത്താവെ, അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ കുറവുകളൊന്നും കണക്കിടാതെ അങ്ങ് കൃപയിൽ നിർത്തുന്ന മഹാദേവിക്കായി സ്തോത്രം. ഞങ്ങൾ ചോദിച്ചതിലും ഞങ്ങൾ നനച്ചതിലും അധികമായ നന്മകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ഞങ്ങളുടെ പൊന്നപ്പച്ചൻ്റെ യേശുപ്പച്ചൻ്റെ നാമത്തിൽ ഞങ്ങൾ സകയിൽ നിന്ന് താഴ്മ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. 2024 ആണ്ട് ജനുവരി 1 മുതൽ ഈ നിമിഷം വരെ നമ്മളെ ദൈവം കാത്ത് പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ മാസത്തിന്റെ 2024 ഡിസംബർ 22 തീയതി വരെ നമ്മളെ ദൈവം കാത്ത് പരിപാലിച്ചു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് കടന്നു പോകാൻ ഈ വർഷം. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരത്തില്ല. എത്രയോ പേർ ഇന്നലെ ഉറങ്ങി, പ്രഭാതം കാണുന്ന മാറ്റപ്പെട്ടു. എങ്കിലും ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ജനന പെരുന്നാൾ കൊണ്ടാടുന്ന ഈ സമയത്ത് നമ്മളെല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഓരോ ഭവനങ്ങൾ കയറി നമ്മൾ ദൂത് അറിയിക്കുന്നു. നമ്മൾ സന്തോഷകരമായി പോകുന്നു. അനേകം സമപ്രായക്കാരികളൊത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ഓതറ പള്ളിയിൽ നമ്മുടെ ബേക്കുടിശനെ കടത്താൻ തോന്നുന്നു. എനിക്ക് പള്ളിയിൽ ഗായസംഘത്തിലൂടെ പാടാൻ പോയ ഒരു പയ്യൻ.
42 വയസ്സേ ഉള്ളൂ, അറ്റാക്ക് ഒന്നെന്ന് പറഞ്ഞിട്ടു. ഇന്നലെ പാടിയ കൂട്ടത്തിലെ അച്ഛന് മുമ്പ് ഇന്ന് ഒരു സെൽഫി എടുക്കുന്നു, അച്ഛൻ പറഞ്ഞു എടുക്കുന്നൊക്കെ പറഞ്ഞ് അവർ ഇന്ന് സെൽഫി എടുത്തു. ആ മകൻ ഇന്നലെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നാം ഒന്ന് പുറമോട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എത്ര ആപത്ത് അനർത്ഥം നമുക്ക് മുമ്പിൽ വന്നു. എങ്കിലും ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ച് ഒരു ദിവസം പോറ്റി ശ്രദ്ധിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് അനുദിനം നമുക്ക് തരുമോൻ പുതുശക്തിയാൽ അനുഭവിക്കുന്ന സന്തോഷത്തിനുള്ള പാട്ട് നമ്മൾ പാടും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്തിൽ എന്നുള്ളൊരു പഴയ പാട്ട് നമ്മൾ പാടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഞാൻ ഇന്നലെ പയ്യൻ്റെ കാര്യം ആലോചിച്ച് കഴിയുമ്പോൾ സന്തോഷകരമായി എല്ലാ ഭവനങ്ങളും കയറി ദൈവത്തിൻ്റെ ദൂത് അറിയിച്ച് അവരെ സന്തോഷമായിട്ട് പാടി വന്നൊരു പയ്യൻ, 42 വയസ്സേ ഉള്ളൂ, അറ്റാക്കൊന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ കുടുംബത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നമ്മുടെ കൂടുതൽ ആർക്കും ഒരു കുറവ് വരാൻ ദൈവം കാത്ത പരിപാടി ചക്രവർത്തി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ചറിയുന്നൊരു പാട്ടാണ് ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവനാൽ ഇന്ന് നാം ഘോഷിക്കും അവനത്രയൻ പാവഹരൻ തൻ ജീവനിൽ എന്നെയും വീണ്ടെടുത്തു. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം നമ്മളെ വീണ്ടെടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നതിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ കരങ്ങളടിച്ച് നമുക്ക് പാടാം ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ എന്നുള്ള പാട്ട്. ക്രിസ്തുവത്രേ നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂന്നിൽ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂന്നിൽ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്കു താടിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ, വരികവൻ ചാരാത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരാത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്കു മുൻ ചെന്ന വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂന്നിൽ പൊൻകരത്താൽ തുടിക്കുമെൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂന്നിൽ
തുടിക്കുമൻ സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാവഹരൻ, തൻ ജീവനെയും വീണ്ടെടുത്തു. അവനാത്രേ പാവഹരൻ, തൻ ജീവനെയും വീണ്ടെടുത്തു. കരകണതാഴിയിൽ വലയുപോലെ കരുണയെ കാംക്ഷിക്കും മൃഗപ്രായരെ, വരികവൻ ചാരത്തു ബന്ധിതരെ, തരുമവൻ കൃപ മനഃശാന്തിയതു. വരികവൻ ചാരത്തു ബന്ധിതരെ, തരുമവൻ കൃപ മനഃശാന്തിയതു. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ പാപഹരൻ, തൻ ജീവനെയും വീണ്ടെടുത്തു. അവനാത്രേ പാപഹരൻ, തൻ ജീവനെയും വീണ്ടെടുത്തു. ആമേൻ. ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി കരേറ്റാം. 22ാമത്തെ ദിവസം. പ്രിയമുള്ളവരെ, ഈ ഒരു മാസം അനേക സംഭവങ്ങളാണല്ലോ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തത്. വളരെയധികം അപകടങ്ങൾ സംഭവിച്ചതായിട്ടുള്ള ഒരു മാസം. വർഷത്തിൻ്റെ അവസാനം വളരെയധികം അപകടങ്ങളായിരുന്നു. ഒരു ട്രക്ക് വന്നിടിച്ച് 4 കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങി ഭവനത്തിലേക്ക് പോയ 4 കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ മക്കളെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ പോയ മാതാപിതാക്കൾ 4 പേര് ഒരു മരണത്തിൽ. ബാംഗ്ലൂരിലെ മകളെയും കുഞ്ഞിനെയും കൊണ്ടുവിടാൻ പോയ കുടുംബം 3 പേര് മരണത്തിനിടയായി. ഒത്തിരി മരണം സംഭവിച്ചതായിട്ടുള്ള ഒരു മാസമാണ്. അതിൻ്റെ മധ്യത്തിൽ ദൈവം എത്ര ക്ഷേമമായി നമ്മെ കാത്തു സൂക്ഷിച്ചു. വേറെയും അപകടങ്ങളെ, ഇന്നലെ ബാംഗ്ലൂരിലെ ഒരു ട്രെയിലർ ഒരു കാറിൻ്റെ മേളിലോട്ട് വീണ്, ഒരു കണ്ടെയ്നർ വീണ് 6 പേര് ഒരു ഭവനത്തിൽ, ആ കുടുംബം മുഴുവന് ആ അപകടം നടന്ന സമയത്ത് തന്നെ മരണപ്പെട്ടു. നമ്മളും വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവരാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തും ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഓടി വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ദൈവം നമ്മളെ ഇത്ര ക്ഷേമമായി പരിപാലിച്ചല്ലോ. ഇപ്പോൾ സന്തോഷ് പറഞ്ഞതായിട്ടുള്ള ആ പ്രറ്റി എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മകനാകുന്നു, എൻ്റെ ഉപ്പാപ്പൻ്റെ മോടെ മകനാകുന്നു. 44 വയസ്സ് പ്രായമുള്ള അച്ഛൻ സിവിയർ അറ്റാക്കോടുകൂടി ഇന്നലെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്ന ഈ ലോകത്തിലാണല്ലോ. ദൈവം നമ്മെ ക്ഷേമമായി പരിപാലിച്ചതിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എത്രമാത്രം നന്ദി കരയറ്റിയാലും മതിയാകുകയില്ല. ദൈവമേ നന്ദി, ആയുസ് നീട്ടിത്തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അപകടങ്ങൾ വരാനിടത്ത് നമ്മളെ കാത്ത ദൈവത്തിന് പരിപാലിച്ചതിന് ഇത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഹനങ്ങളെ, നമ്മുടെ ഇടതും വലതും മുന്നിലും പുറകിലുമുള്ള വാഹനങ്ങൾ ഒന്നും നമ്മോട് അടുക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരെയും കൊണ്ട് കാവൽ ചെയ്തതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്തപ്പോൾ, സ്കൂളിലേക്ക് പോയപ്പോഴും മറങ്ങി വന്നപ്പോഴും അവർ കാലിടറാതെ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ കാത്തു സൂക്ഷിച്ചതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ ഒന്നിനും
ഇത്രമാത്രം നന്മ അനുഭവിക്കത്തക്കവണ്ണം ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കുവാൻ ഒരു യോഗ്യതയുമില്ലല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും ഒന്ന് മാത്രമാകുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയിൽ അനേക ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിലൊക്കെ നടന്നല്ലോ. അതെല്ലാം അനുഗ്രഹപ്രദമായി നടക്കത്തക്കവണ്ണം 75 കുഞ്ഞുങ്ങളെ ആദ്യ കുർബാന ശുശ്രൂഷ സ്വീകരിച്ച് സാത്താനെ ഉപേക്ഷിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രവർത്താം. ജുവൽസ് ഓഫ് ജീസസ് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനേക കുഞ്ഞുങ്ങളുടെ സമർപ്പണ ശുശ്രൂഷയുണ്ടായിരുന്നല്ലോ. അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് ഈ ദേശത്തെ ഈ പ്രദേശത്തെ ആരാധിക്കുവാനായിട്ടുള്ള വലിയ സൗകര്യങ്ങൾ ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 40ഓളം വർഷം ഈ ദേശത്ത് നമ്മെ നിലനിർത്തിയല്ലോ. കൺവെൻഷനൊക്കെ നടത്തുവാൻ എല്ലാത്തിനും ദൈവം സാവകാശം ഒരുക്കി തന്നല്ലോ. നമുക്ക് കൂടി വരുവാൻ ഇപ്രകാരം ഒരു സൗകര്യം ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ യൂത്ത് ഹോസ്റ്റലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ജോലിക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ നമ്മളോട് കാണിക്കുന്ന സഹകരണത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അനേക വാതിലുകൾ അടഞ്ഞപ്പോൾ നമുക്ക് ദൈവം ഒരു വാതിൽ ഒരുക്കി തന്നു. ഒരു തടസ്സവും കൂടാതെ ഒരു മുടക്കവും കൂടാതെ എല്ലാ ഞായറാഴ്ചയും നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം ആ സാവകാശം ഒരുക്കി തരുന്നല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വേറെ 1000 നിമിഷത്തേക്കാൾ ഉത്തമമാണല്ലോ. അപ്രകാരം നമുക്ക് ഇരിക്കുവാനുള്ള ഭാഗ്യം, അതിനുള്ള സമയം ദൈവം ഒരുക്കി തന്നിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 40 വർഷക്കാലം ഈ പ്രയർ ഗ്രൂപ്പിന് നേതൃത്വം തന്ന അനേക ദൈവമക്കളെ അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അവര് നാട്ടിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്, വിവിധ സാഹചര്യങ്ങളായിരിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ ശുശ്രൂഷയും ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ കൺവെൻഷനൊക്കെ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ചിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാത്തിനായിട്ടും ദൈവത്തിന് നന്ദി കരയേറ്റാം. നമ്മുടെ മധ്യത്തിലെ അനേക പ്രിയപ്പെട്ടവരെ ശാരീരികമായ പ്രയാസത്തിൽ കൂടിയൊക്കെ കടന്നുപോയി. അവർക്ക് വേണ്ടിയൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തല്ലോ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ചില പേരുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് അവർക്ക് വിടുതൽ കൊടുക്കുമെന്നുള്ള ആ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ റോഷന് വേണ്ടി നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ചു. പ്രിയദാസന് ഇപ്പോൾ ബ്ലഡ് കൗണ്ടൊക്കെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒത്തിരി ആശ്വാസം ലഭിച്ചിരിക്കുന്നു. തുടർന്നുള്ള നാളുകൾ ദീർഘമാസങ്ങളായിട്ട് വെല്ലൂർ തന്നെയാണ് താമസിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണോ എന്തുവാണെന്നറിയില്ല. എന്നാലും അടുത്ത് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് നടക്കത്തക്കവണ്ണം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ മകനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, പൂർണ്ണ സൗഖ്യം. ആ ബ്ലഡ് കൗണ്ടൊക്കെ നോർമലായി ദൈവം കൊടുത്തല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ മകന് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ജസ്റ്റിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചല്ലോ. പ്രിയ മകനെ ICUവിൽ നിന്ന് വാർഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വാർഡിലായിരിക്കുന്നു. ഫിസിയോതെറപ്പിയും സ്പീച്ച് തെറപ്പിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മൈതലിനെ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു പ്രാർത്ഥന, കർത്താവേ, ആ മകനെ പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ ദേശത്തെ എവിടെ നിന്ന് അവൻ നാട്ടിലേക്ക് പോയോ അവിടേക്ക് മടങ്ങി വന്ന് ഒരു ക്രിസ്തീയ സാക്ഷ്യമുള്ളവനായി നിലനിൽക്കണമെന്നുള്ളതാണ്. അത് തീർച്ചയായും ദൈവം നൽകിത്തരും. ഇടയ്ക്ക് ചുമയും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യേ പ്രാർത്ഥനയ്ക്ക് വരുന്നതായ രാജു ശൗമേലെ കണ്ണിന് പ്രയാസമായിട്ട് കഴിഞ്ഞുകൂടുന്നു. ആ മകന് ഡബിൾ വിഷൻ ആകുന്നു. നടക്കാനുള്ള പ്രയാസം, വാഹനം ഓടിക്കാനുള്ള പ്രയാസമൊക്കെ ഉണ്ട്. ട്രീറ്റ്മെൻറ്റിൽ കൂടി കടന്നു പോകുന്നു. കർത്താവേ, രാജു ശൗമേലിന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ MS കുര്യനെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. പ്രിയദാസന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയൊക്കെ നാട്ടിൽ പോയി. എന്നാൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വോക്കറിൽ കുറച്ച് നടക്കുവാനൊക്കെ സാധിച്ചു. എന്നാൽ വീണ്ടും കാലിന് ബലഹീനമായി വീൽ ചെയറിൽ തന്നെ ആയിരിക്കുന്നു. ഇന്നും അവരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കണം. MS കുര്യനെ എഴുന്നേറ്റ് നടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം വരുന്ന മാസം മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ മടങ്ങി വരുന്ന ആരോഗ്യത്തോടെ മടങ്ങി വരത്തക്കവണ്ണം പ്രിയ ദാസനെ MS കുര്യനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണല്ലോ.
പീറ്റർ, നമ്മുടെ തമ്പിയുടെ അയൽവാസി പീറ്റർ, കാലിന് രണ്ടും വേദനയായിട്ട് വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന പീറ്ററിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പീറ്ററിന് നടക്കാനുള്ള ആരോഗ്യം കൊടുക്കണമേ, നടക്കാനുള്ള ആരോഗ്യം കൊടുക്കണമേ. ആ വേദനയൊക്കെ, ആ കാലിലെ സ്വെല്ലിങ് എല്ലാം മാറി നടക്കുവാനുള്ള ആരോഗ്യം പീറ്ററിന് നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സന്തോഷിൻ്റെ ബ്രദർ കാല് മുറിച്ച് ദൈവമേ ഈ നാളുകളിൽ പ്രയാസത്തോടുകൂടി കഴിയുകയായിരുന്നല്ലോ. എന്നാൽ ദൈവകൃപയാൽ ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് ഇന്നലെ വെക്കുവാനായിട്ട് ഇടയായി. ആർട്ടിഫിഷ്യൽ ലെഗ് ഫിറ്റ് ചെയ്തു, ഇന്നലെ ഭവനത്തിൽ മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, ആർട്ടിഫിഷ്യൽ ലെഗ് ഫിറ്റ് ചെയ്തെങ്കിലും അത് ഫലപ്രദമായി തീരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെന്ന് വെച്ചാൽ ആ ലെഗ് ഉപയോഗിച്ച് നടക്കുമ്പോൾ വളരെ വേദനയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും കൂടാതെ കർത്താവെ, സജി പൂർണ്ണ ആരോഗ്യത്തോടെ ആ ലെഗ് ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റുവാന്, അങ്ങനെ അനേകരുടെ മുമ്പാകെ ഒരു സാക്ഷ്യമുള്ള മകനായി ജീവിക്കുവാന് ദൈവമേ അവനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിൽ ഇവിടെ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുള്ള റോബി നാട്ടിലായിരിക്കുന്നല്ലോ. ആ റോബിക്കും കണ്ണിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്. ട്രൈനസ് വളരെയധികം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മരുന്നൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യത്തോടെ മടങ്ങി വന്ന് വീണ്ടും കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാന് ദൈവം ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സിന്ധു ശാരീരികമായ പ്രയാസത്തിൽ കൂടിയാണല്ലോ, വീസിങ്ങിൻ്റെ പ്രയാസമുണ്ട്. എന്നാൽ ദൈവം ഒത്തിരി ആശ്വാസം കൊടുത്തിട്ടുണ്ട്. ദൈവം ഒത്തിരി ആശ്വാസം കൊടുത്തു. സിന്ധുവിനെ ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കാം. ഷീബായെ ഓർത്ത് പ്രാർത്ഥിക്കാം. വയറ്റിലെ വേദനയായിട്ട് കഴിയുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രൊസീജിയറൊക്കെ ചെയ്തു. അതിൽ കൂടിയൊക്കെ ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. പ്രിയ മകൾക്ക് വളരെയധികം സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഷീബയെ ഓർത്ത് ദൈവത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ടൈറ്റസ് സജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു പനിയും ചുമയുമായിട്ട് കഴിഞ്ഞുകൂടുന്നു. ഇന്ന് കുടുംബമായിട്ട് കടന്നു വരുമെന്ന് പറഞ്ഞതാണ്, ആഗ്രഹിച്ചതാണ്. എന്നാൽ പനിയും ചുമയായിട്ടിരിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ അനേകരെ ഈ നാളുകളിൽ പനിയും പ്രയാസവുമായിട്ട് കഴിഞ്ഞു കൂടുന്നവരുണ്ടല്ലോ. അവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള പ്രിറ്റി ഷൗമേൽ എന്ന് പറഞ്ഞ ആ മകനെ പെട്ടെന്നുണ്ടായ ഹാർട്ട് അറ്റാക്ക് ദിവസം ഇന്നലെ മരണപ്പെട്ടു. അവൻ്റെ വൈഫ് ഇംഗ്ലണ്ടിലാകുന്നു. ആ പ്രിയ മകൾ കടന്നു വരണം. അവരുടെ തുടർന്നുള്ളതായ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബം, മാതാപിതാക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കത്തക്കവണ്ണം ആ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജെയിംസ് നാട്ടിൽ പോയിരിക്കുകയാകുന്നല്ലോ. വിസായുടേതായിട്ടുള്ള ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. കർത്താവേ, ആ വിസായുടെ പ്രതിസന്ധികളെല്ലാം മാറി എത്രയും പെട്ടെന്ന് മടങ്ങി വരുവാൻ ദൈവം വഴികളെ ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോർജ് വർഗീസ് സജി നാട്ടിൽ ഒരാഴ്ചത്തേക്ക് പോയിരിക്കുകയാകുന്നു. പ്രിയദാസനെ അവരുടെ ഇടവകയുടെ 100 വർഷത്തെ ജൂബിലി അനുസരിച്ച് ആ ജൂബിലിക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ എഴുതി, ആ പാട്ട് ട്യൂൺ ചെയ്ത് അത് ഇന്ന് ഇടവകയിൽ അത് പാടിയിട്ടുണ്ട്. ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയദാസൻ കടന്നു പോയിരിക്കുകയാകുന്നു. ഈ ആഴ്ച മടങ്ങി വരും. മടക്ക് യാത്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സജി വർഗീസും നാട്ടിൽ കുറച്ച് ദിവസത്തേക്ക് പോയിരിക്കുകയാകുന്നു. നാട്ടിൽ ചിലവഴിക്കുന്ന സമയം സന്തോഷകരമായി ചിലവഴിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവകരങ്ങളിലേക്കാം. നമ്മുടെ രാജനും ലെനിയും ദൈവഹിതമെങ്കിൽ നാളെ നാട്ടിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലെനിക്ക് ചെറിയ ട്രീറ്റ്മെൻ്റ് ആവശ്യമായിരിക്കുന്നു. നാട്ടിൽ ചെന്ന് ആ കാര്യങ്ങളെല്ലാം അനുഗ്രഹപ്രദമായി നടക്കത്തക്കവണ്ണം എല്ലാ കാര്യത്തിലും ദൈവ നടത്തിപ്പും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് അവരുടെ പ്രാർത്ഥനയും തുടർന്നുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി നടക്കുന്നതിന് വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നിതിൻ എന്ന് പറയുന്ന ഒരു ദാസൻ രാജു ഷൗമേലിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാകുന്നു. വിസ സംബന്ധമായ ചെറിയ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. ആ ദാസനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാളെയും അടുത്ത ദിവസവും അവൻ്റെ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ കർത്താവെ, വലിയൊരു വിടുതൽ ലഭിച്ചതായിട്ട്
നിതിന് വലിയൊരു വിടുതൽ ലഭിച്ചതായിട്ട് നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ. ആ നിതിന് വലിയൊരു വിടുതൽ ലഭിച്ചതായിട്ട് നമുക്ക് കേൾക്കത്തക്കവണ്ണം ദൈവമേ ആ വഴികളെ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കണമേ. ചെന്ന് കാണുന്ന ആ ഇമിഗ്രേഷന് ലേബർ ഓഫീസേഴ്സ് അവനോട് കരുണ കാണിക്കത്തക്കവണ്ണം അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ദൈവം വഴികളെ ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 10-12 സ്റ്റാൻഡേർഡിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആ പഠിത്ത കാര്യങ്ങളും അവർ പഠിക്കുന്നതൊക്കെ അവരുടെ ഓർമ്മശക്തിയിൽ നിലനിൽക്കത്തക്കവണ്ണം പരീക്ഷ ഭയം കൂടാതെ എഴുതുവാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മിഷൻസിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് 565 പരം സുവിശേഷകരെ ഇന്ത്യയുടെ 17 സംസ്ഥാനങ്ങളിലായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഗ്രഹപ്രദമായി നടക്കത്തക്കവണ്ണം ഒത്തിരി വെല്ലുവിളികളുള്ള ഒരു സാഹചര്യമാകുന്നല്ലോ. എന്നാൽ ആ വെല്ലുവിളികളിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ആ ശുശ്രൂഷകളൊക്കെ നടത്തത്തക്കവണ്ണം അവരെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് 72 സ്റ്റുഡൻസ് നവജീവിതത്തിലെ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്നു. അവരും ഈ ബൈബിൾ സ്റ്റഡിയൊക്കെയും കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷകരായിട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാകുന്നു. ആ കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങളും തുടർന്നുള്ള അവരുടെ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. EGM ഓഫ് ഇന്ത്യ, പ്രത്യേകിച്ച് VP മത്തായി സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാറിൻ്റെ ശുശ്രൂഷകളെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ വന്നു പാർക്കുന്ന ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ നമുക്ക് ഇപ്രകാരം കൂടി വരുവാൻ ലഭിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി നമുക്ക് അനുകൂല സാഹചര്യങ്ങളെയൊക്കെ ലഭിക്കുന്നല്ലോ. ഭരണാധികാരികൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ നീതി ന്യായവും നിലനിൽക്കത്തക്കവണ്ണം എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി നടക്കുവാൻ ഭരണാധികാരികൾ ദൈവകൃപയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ ഉരുൾപൊട്ടൽ നിമിത്തം, വയനാട്ടിലെ ഉരുൾപൊട്ടൽ നിമിത്തം ഭവനം നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള അനേകരുണ്ടല്ലോ. അവരുടെ പുനരധിവാസമൊക്കെയും ഗവൺമെൻറ് നടത്തുവാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപാകതകളൊന്നും ഉണ്ടാകാതെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭവനം ലഭിക്കത്തക്കവണ്ണം ആ ചെയ്യുന്ന കാര്യങ്ങളെ വിശ്വസ്തയോടുകൂടി ഭരണാധികാരികൾ ചെയ്യത്തക്കവണ്ണം മേലുദ്യോഗസ്ഥരത് നീതിപൂർവം വിശ്വസ്തയോടുകൂടി ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ എല്ലാവരെയും വേണ്ടതുപോലെ പരിഗണിക്കത്തക്കവണ്ണം ദൈവമേ ആ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടായിരിക്കുമാറാണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ തുടർന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അവരുടെ മനസ്സിനൊക്കെ നല്ല ആലോചനയെ കൊടുത്ത് വിശ്വസ്തയോടുകൂടി ആ കാര്യം കൈകാര്യം ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബേക്കുട്ടിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായുള്ള ക്ഷീണമുണ്ട്, പൊന്നമ്മയ്ക്കും കാലിൻ്റേതായിട്ടുള്ള പ്രയാസമുണ്ട്. അവർക്ക് കൂടുതൽ ആരോഗ്യം ലഭിച്ച്, കൂടുതൽ സൗഖ്യം ലഭിച്ച് ദേവാലയത്തിലൊക്കെ ആരാധനയ്ക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള സാവകാശമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടല്ലോ. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നമ്മളൊക്കെ അത് നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് ദൈവം സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും ജനുവരി 1-ാം തീയതി നമ്മൾ ആഗ്രഹിക്കുന്നതായ കൂടിവരവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വികാരി ജനറൽ ജോർജ് സക്രിയ അച്ഛൻ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിക്കാമെന്ന് നമ്മോട് സമ്മതിച്ചിട്ടുണ്ട്. പ്രിയ അച്ഛനെ ഇവിടെ ആയിരിക്കുന്നല്ലോ. അച്ഛനെ ശാരീരികമായി ചെറിയ പ്രയാസമുണ്ട്, തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. 1-ാം തീയതി, ജനുവരി 1-ാം തീയതി ബഹുമാനപ്പെട്ട അച്ഛൻ കടന്നു വന്ന് നമുക്ക് ആവശ്യമായ ദൂത്, വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൂത് പകർന്നു തരത്തക്കവണ്ണം അച്ഛനെ ദൈവം ശക്തീകരിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആവശ്യമായ ദൂത് പകർന്നു തരത്തക്കവണ്ണം പ്രിയ അച്ഛനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ തന്നെയല്ല, അച്ഛന് ഈ ദേശത്ത് വളരെയധികം ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകളൊക്കെ തടസ്സം കൂടാതെ നിർവഹിക്കത്തക്കവണ്ണം ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ അച്ഛനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡേവിഡ് ചാക്കോ, നമ്മുടെ പ്രയറിന് കടന്നു വരുന്ന ഡേവിഡ് ചാക്കോ കുടുംബം, അവരുടെ മകളുടെ വിവാഹം
30 ഈ മാസം 30 നടത്തത്തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നു. പ്രിയദാസനും ദാസിയും നാട്ടിലേക്ക് പോയിരിക്കുകയാകുന്നു. ആ വിവാഹ കാര്യങ്ങളെല്ലാം അനുഗ്രഹപ്രദമായി നടക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാബു വാരിയാപുരം ബ്രദറിൻ്റെ മകളുടെ വിവാഹവും ജാനുവരി 15 നടത്തത്തക്കവണ്ണം ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അതെല്ലാം അനുഗ്രഹപ്രദമായി നടക്കുവാൻ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിലെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരെ 22 തൊട്ട് 28 വരെ, ഇന്ന് തൊട്ട് ഈ മാസം 28 വരെ വ്യക്തി ജീവിതത്തിൽ ആയുസ്സിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകൾ വായിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഒരു വർഷം കൂടെ ദൈവം ദാനമായി തരുന്നത് എത്ര അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ കാത്ത്. നമ്മൾ കേട്ടല്ലോ, എന്തെല്ലാം അപകടങ്ങൾ ആപത്തുകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയുസ് ദൈവത്തിൻ്റെ വിലയേറിയ ദാനമാകുന്നല്ലോ. ഇന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ജോനറ്റ് ശാമുവേൽ, സൺ ഓഫ് ജോസി, ജോനറ്റ് ഷൗമേലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാളെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മനോജ് ടി ജോർജ്, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഡാർലിയുടെ മകനാണ്. മനോജിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 24 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കരോളിൻ, ഡോട്ടർ ഓഫ് തമ്പി ആൻഡ് ഷൈനി, തമ്പിയുടെയും ഷൈനിയുടെയും 2ാമത്തെ മകളെ കരോളിൻ 24 പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നല്ലോ. നമ്മുടെ വി ശാമുമേല്, ഇപ്പോൾ മിഷൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വി ശാമുമേല് 24 ആയുസ്സിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. 25 നമ്മുടെ വിൽഫ്രഡ് ലിജോ തോമസ്, നമ്മുടെ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന വിൽഫ്രഡ്, ലിജോയുടെയും സിന്ധുവിൻ്റെയും മകന് 25 ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 25 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നാൻസിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. 25 വീണ്ടും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സക്രിയ മാത്യു, ദൈവമേ നന്ദി, ആ ആയുസ് നീട്ടിക്കൊടുത്തതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം. സക്രിയ മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 26 ആയുസ്സിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബിജു തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 26 വീണ്ടും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ജാനറ്റ് എലിസബത്ത് ജോൺ, ഡോട്ടർ ഓഫ് ജോൺ, ജാനറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 26 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന റിയ ആൻഡ് മാത്യു, ഡോട്ടർ ഓഫ് രാജൻ, റിയ ആൻഡ് മാത്യു 26 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. 28 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ചാക്കോ ഡേവിഡിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചാക്കോ ഡേവിഡിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ഓർക്കാം. 26 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ജേക്കബ് കുര്യൻ ആൻഡ് ഏലിയാമ്മ, ജേക്കബ് കുര്യൻ ആൻഡ് ഏലിയാമ്മ. 28 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ജോർജ് തോമസ് ആൻഡ് കുസും, ജോർജ് തോമസും കുസും 28 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നല്ലോ. ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആയുസ് നീട്ടിക്കൊടുത്തല്ലോ. ഈ നാളുകളിലൊക്കെ അവരെ കാത്തു സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചനവുമായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട MN ജോർജ് സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം സമയത്ത് ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ നമുക്ക് ആവശ്യമായ ദൂത് പകർന്നു തരത്തക്കവണ്ണം പ്രിയ സാറ് കടന്നു വന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നല്ലോ. മകൻ ജൂബിയുടെ കുടുംബത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന സമയമാകുന്നു. നമ്മളെ ഇങ്ങനെ ഒന്ന് കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ചെയ്യാമെന്ന് സമ്മതിച്ച് നമ്മുടെ മധ്യ ആയിരിക്കുന്നല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. ശാരീരികമായി കണ്ണിൻ്റെ പ്രയാസത്തിൽ കൂടി ഇരിക്കുന്നവരെ, അങ്ങനെ പല പ്രയാസത്തിൽ കൂടി കടക്കുന്നവരുണ്ടല്ലോ. അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയും കൃപയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും ഒന്ന് മാത്രമാണ് കർത്താവേ. ഞങ്ങളുടെ യോഗ്യതയൊന്നുമല്ല കർത്താവേ. ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒന്ന് മാത്രമാണല്ലോ എൻ്റെ കർത്താവേ. അനേകരെ ഈ നാളുകളെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടല്ലോ. അവരുടെ വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വേർപാടപ്പെട്ട ആ മകൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ,
അവിടുത്തെ കരുണ ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കുമാറാണമേ. പുതിയ വർഷത്തിലേക്ക്, ആയുസ്സിലൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ് അവിടുത്തെ വിലയേറിയ ദാനമാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നല്ലോ. അനർത്ഥങ്ങൾ, ആപത്തുകളൊന്നും വരാതെ കാത്തു സൂക്ഷിച്ചല്ലോ കർത്താവേ. ദൈവമേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതലേ അവരുടെ ദൃഷ്ടി അവരുടെ മേൽ ഉണ്ടായിരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പുതിയ വർഷം പുതിയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരത്തക്കവണ്ണം കർത്താവിന് വേണ്ടി കൂടുതൽ സാക്ഷ്യം നിർവഹിച്ച് ജീവിക്കുന്ന വർഷമായി തീരുവാന് അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജാനുവരി 1-ാം തീയതി കൂടിവരവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആ കൂടിവരവ് അനുഗ്രഹമായി തീരുവാന് ദൈവമേ, അതിന് വചനം ശുശ്രൂഷിക്കുന്ന ജോസ് സക്രിയ അച്ഛനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന് ആവശ്യമായ ശരീര സൗഖ്യം കൊടുക്കണമേ, തൊണ്ടയുടെ വേദനയിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വചന ശുശ്രൂഷ നിർവഹിക്കുന്ന MN ജോർജ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, സഹധർമ്മിണിയുടെ വേർപാടിൻ്റെ ദുഃഖമൊക്കെ ഉൾക്കൊള്ളുവാന്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ പൂർണ്ണ വിശ്വസ്തയോടുകൂടി കറവേറുവാൻ പ്രിയ സാറിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആത്മാവിൽ ആരാധിക്കുവാന് അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൂമിലൊക്കെ ഇന്ന് ഈ പ്രയറിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ കൂടി വരവ് അനുഗ്രഹമായി തീർന്നു. ദൈവസ്പർശന, ആത്മാവിൻ്റെ സ്പർശനമേറ്റുകൊണ്ട് മടങ്ങിപ്പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് സ്തോത്രം. എല്ലാം ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടുകൂടി കേൾക്കുമാറാകണമേ. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. റോമർ 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മൾ ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ 2024 അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ ക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ അത് തരുന്ന വലിയൊരു സന്ദേശമാണ്. ആ സന്ദേശം അനേകം ഭവനങ്ങൾക്ക് കൈമാറുവാൻ നമ്മൾ കരോൾ ഗാനമായിട്ടൊക്കെ എല്ലാവരും ഭവനങ്ങൾക്ക് പോകുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആണ് പോകുന്നത്. നല്ല രീതിയിൽ ഗാനങ്ങൾ ആലപിക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു. ചർച്ചുകളിലൊക്കെ ഇപ്പോൾ ഈ ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ നൽകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഹല്ലേലൂയ. എല്ലാ രീതിയിലും ദൈവം നമ്മളെ അനുഗ്രഹിച്ച വർഷമായിരിക്കാം. എന്നാൽ ഈ അനുഗ്രഹം ലഭിക്കാതെയല്ല, അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രതിസന്ധികൾക്ക് കടന്നു വന്ന ചില ജീവിതങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ബാബുച്ചാൻ ഇവിടെ നല്ലൊരു ലിസ്റ്റ് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഭവനങ്ങളെയും ജീവിതങ്ങളും കൂടെ നമുക്ക് ചേർന്ന് ഓർത്ത് നമുക്ക് ആരാധിക്കാം. ഈ ഗാനം നമ്മൾ ആലപിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഇനി ക്രിസ്തുവിന്റെ ജന്മം ആഘോഷിക്കുമ്പോൾ, സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ, ഈ പാട്ടുകാരൻ എഴുതിയിരിക്കുന്ന ഈ ഗാനം വരികൾ പറയുന്ന ആ ഒരു വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ആ ഒരു ഉറപ്പ്, ആ പ്രത്യാശയോടുകൂടി നമുക്ക് ആ ഒരു ഉറപ്പ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഹല്ലേലൂയ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്ത് പോകുന്ന ഞാൻ, എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ശാന്തമായി എഴുന്നേറ്റ് നമ്മൾ ചേർന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായ എനിക്കൊരു യേശുവുണ്ട്. ഈ വേർപാണ്ട ദുഃഖത്തിലായിരിക്കുന്നവരൊക്കെ കർത്താവേ, അവർക്കൊക്കെ ശരണമായ ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. ആ മരണത്തിന്റെ താഴ്വരയിൽ ഇവിടെ കടന്നു പോകുമ്പോൾ ശരണമായ ഒരു യേശു ഉണ്ടെന്നുള്ള കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഒരു ബലം, അത് നമ്മൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം, എന്റെ കർത്താവ് നമ്മൾക്ക് തരുവാൻ തക്കവണ്ണം
നമുക്ക് ചേർന്ന് ആരാധിക്കാവല്ലോ. ഹല്ലേലൂയ. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്ന് ചേരും, കണ്ണുനീരൊക്കെയും അന്ന് തീരും. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ പരിപാലിക്കുമ്പോൾ, ഇപ്പോഴും നമ്മുടെ ഇവിടെ നിലനിർത്തിയിരിക്കുമ്പോൾ കർത്താവെ നമുക്ക് ചേർന്ന് അവനെ ആരാധിച്ചുകൊണ്ട് പാടാം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപാവുമില്ലെനിക്ക്. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലൊരൽപാവുമില്ലെനിക്ക്. ആഴിയും ഒഴിയും നിർമ്മിച്ചതാതൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും ഒഴിയും നിർമ്മിച്ചതാതൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകൾ കന്നായിരിക്കുന്ന പ്രായത്തിലോ. നാനാ പരീക്ഷകൾ വേദനകൾ കന്നായിരിക്കുന്നുണ്ടായിലോ. നാഥനെയുള്ളത് ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥനെയുള്ളത് ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. മരണനിഴലിൽ താഴ്വരയിൽ ശരണമായി യേശുവുണ്ട്. മരണനിഴലിൽ താഴ്വരയിൽ
വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണിൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും വന്നു നീരുമേ. വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും വന്നു നീരും. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിതം പാടകിൽ ഞാൻ സിയോൻ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും വീണ്ടും നമ്മൾക്കൊന്ന് ചിന്തിക്കാം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ആ ദേശത്ത് പോകാന്നുള്ള എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമുക്ക് ചേർന്ന് ഒരു ഗാനം കൂടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് കർത്താവ് ഈ ആരാധനയിൽ കൂടി അസാധ്യമായിട്ടൊന്നും ഇല്ലാത്തവനായ കർത്താവ് ആരൊക്കെ നിത്യഭാരത്തോടെ പ്രയാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വിടുതൽ ലഭിച്ച് ആ കുറവെല്ലാം പൂർത്തീകരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടുന്ന് മടങ്ങി പോവാൻ ഓൺലൈനിലായിരിക്കുന്നവർക്ക് കർത്താവ് ഏതൊരു ആവശ്യത്തോടെ വന്നിരിക്കുന്നു അതിനൊക്കെ ഒരു കർത്താവ് ഒരു ഉത്തരം ലഭിക്കുവാൻ കർത്താവ് ഈ ആരാധന കൂടി ലഭിക്കട്ടെ. ചേർന്ന് ആരാധിക്കാം. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യം നമുക്ക് ചേർന്ന് ആരാധിക്കാം. ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു
സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് ഹല്ലേലൂയ അറിഞ്ഞത് അവസാനം ശാന്തമായിട്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യത്തിലെ വചനവുമായി കടന്നു വന്നിരിക്കുന്ന എം.എൻ. ജോൺ സാറിനെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തല്ലോ. സാറ് ഏതൊക്കെ സമയത്ത് ദുബൈയിൽ കടന്നു വരുന്നുണ്ടോ, ജാബിൻ സാറിൻ്റെ മോൻ ജുബിൻ ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ പ്രയറിൽ, പ്രത്യേകിച്ച് ട്രിനിറ്റി ചർച്ച് ഏരിയയിലായിരുന്നപ്പോൾ അവിടെ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം ഒക്ടോബർ ലാസ്റ്റിലെ സാറിൻ്റെ സഹധർമ്മിണി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ചില വർഷങ്ങൾ സുഖമില്ലാതെ ഇരുന്ന സമയത്ത് സാറിനെ താല്പര്യത്തോടുകൂടി ശുശ്രൂഷിക്കുവാനും കൂടെ ആയിരിക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. വളരെ പ്രത്യാശയോടുകൂടിയാണ് ജുബി എൻ്റെ അടുക്ക പറയുകയുണ്ടായി. അവരെ മക്കളെയൊക്കെ വീട്ടിൽ വിളിച്ച്, ഞാൻ ഇനിയും എൻ്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. മക്കളെയൊക്കെ വിളിച്ച് ഫാമിലിയായിട്ടൊരു ഫോട്ടോയും ഒക്കെ എടുത്ത് വളരെ പ്രത്യാശയോടുകൂടിയുള്ള ഒരു മരണമായിരുന്നു. സാറ് തുടർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിറവേറ്റുന്നു. ദൈവം സാറിനെ കൂടുതലായി എടുത്ത് ഉപയോഗിക്കട്ടെ. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം നമുക്ക് ആവശ്യമായ ദൂത് ദൈവം പ്രിയ സാറിൽ കൂടി തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം ഭാഗ്യം തന്നോർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അബീബ് കുടിച്ചാൻ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് ഈ ആരാധനയിൽ വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മനോഹരമായ ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ അനുഗ്രഹീതമായ പേരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് കോടാനുകൂടി ദൂതന്മാർ, വിശുദ്ധന്മാർ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 നാർത്തുപാടി തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഭൂമിയിൽ അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യാവസ്ഥ എത്ര വലിയതാണ്. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഇന്ന് ഈ കൊയർ, അതായത് അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം, ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇന്നയോളം ദൈവം എത്ര അത്ഭുതകരമായിട്ട് കാത്തു പരിപാലിച്ചു. തോമസ് സാറ് നമ്മെ ഓർപ്പിച്ചു, ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. അപകടം കൂടാതെ കൊണ്ട് ദൈവം കാത്തു പരിപാലിക്കുന്നു. നമ്മളൊക്കെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവരാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം എത്ര ഭദ്രമായിട്ട് കാവൽ ചെയ്യുന്നു. ദൈവത്തിന് നന്ദി കരേറ്റാം. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മെ എത്ര അതിശയകരമായിട്ട് ദൈവം കാത്തു പരിപാലിച്ചു. ദൈവത്തോട് നമുക്കൊന്ന് ചോദിക്കാം, എൻ്റെ കർത്താവേ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഇത്രമാത്രം ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ, ഇത്രമാത്രം ശ്രേഷ്ഠമായ നന്മകൾ തരുവാൻ, ഇത്രമാത്രം ആഴമായി എന്നെ സ്നേഹിപ്പാൻ, ഇത്രമാത്രം മറ്റുള്ളവരുടെ മുൻപിൽ അതിശയമായിട്ട് അത്ഭുതമായിട്ട് എന്നെ നിർത്തുവാൻ എന്ത് നന്മയാണ് എൻ്റെ ഭാഗത്തുള്ളത്. വല്ലപ്പോഴും ഒക്കെ ദൈവത്തോട് നീ ചോദിക്കണം. ഞാനിങ്ങനെ പലപ്പോഴും പറയും, ദൈവത്തെ അന്വേഷിച്ച് അവിടെ ഇവിടെയും ഒക്കെ ഒന്നും ഓടേണ്ട കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ദൈവം എത്ര നല്ലവനാ, എൻ്റെ ദൈവം എത്ര വല്ലഭനാ. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയപ്പോൾ ദൈവനെ എത്ര അത്ഭുതകരമായിട്ട് കാത്തു സൂക്ഷിച്ചത് കൊണ്ട് ദൈവത്തിനൊന്ന് നന്ദി പറയാം. പുതിയ വർഷം ദൈവം തരുന്നെങ്കിൽ ആയത് പുതിയ തീരുമാനത്തോടുകൂടെ ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് ആയത് കർത്താവിന് വേണ്ടിയിട്ട് നിലകൊള്ളുവാനായിട്ട് ദൈവമേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഒരു ആഗമന കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ ആഗമന കാലഘട്ടം ആയത് സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. നമുക്കറിയാം, ആയത് എവിടെയും ആയത് ദൈവത്തെ
മഹത്വപ്പെടുത്തുന്നതായുള്ള കരോൾ സർവീസുകളൊക്കെ നടക്കുന്നുണ്ട്. വളരെ നല്ലത് തന്നെ. ലോകത്തില് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളതായ സദ്വർത്തമാനമാണ് നാം കേട്ടിരിക്കുന്നത്. ആ രക്ഷകനെ ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ രാജാതിരാജാവും കർത്താവുമായിട്ട് പ്രതിഷ്ഠിക്കുമെങ്കിൽ ഈ ആഘോഷമൊക്കെ വളരെ നല്ലതാണ്. എന്നാൽ അങ്ങനെ പ്രതിഷ്ഠിച്ചുള്ള ദൈവമക്കളോട് ഈ തിരുവചനമാണെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. മറ്റൊരു സദ്വർത്തമാനമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവൻ രാജാതിരാജാവും കർത്താവുമായിട്ട് വീണ്ടും വരാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. അതായത് ആ രാജാവിനെ എതിരേൽക്കുവാനായിട്ട് നമുക്കൊക്കെ ഒരുങ്ങാം. ഇന്ന് ഈ അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. മതി. അതിന്റെ 22-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കൂടി. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആണെങ്കിൽ കർത്താവിനോട് ചേരാൻ വളരെ പ്രത്യാശയോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് അവരെന്തോ പറയും? ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, മനോഹരമായ കർത്താവേ, ആരാധനയ്ക്കായി സ്തോത്രം. ഈ ആരാധനയിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ആത്മനിറവിൽ ഞങ്ങളെ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നു കർത്താവും എൻ്റെ പൊന്തയുമേ, അല്പസമയം ഞങ്ങൾ തിരുവചനത്തിൽ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അവിടുത്തെ ആത്മനിറവിൽ നിർത്തിക്കൊള്ളണമേ. ക്രൂശിന്റെ മറവിൽ അടിയനെ നിർത്തണമേ. കടന്നു വന്നിരിക്കുന്ന എൻ്റെ മക്കളെ എല്ലാവരെയും കരങ്ങളിലേക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വീണ്ടും വരുവാൻ പോകുന്ന കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് നിന്റെ മക്കളെ ഒരുക്കണമേ. ഇന്ന് മധ്യസ്ഥയാണ് എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് മടങ്ങി വരുമോ? വരും. ആ വിശ്വാസമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒത്തിരി ആളുകൾ അതായത് കർത്താവ് വരുമെന്നും വരത്തില്ലെന്നും ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവ് മടങ്ങി വരും, ഒരു സംശയവും വേണ്ട. യേശു രാജാതിരാജാവും കർത്താവുമായിട്ട് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാനായിട്ട് പോവുകയാണ്. പഴയ നിയമ പ്രവാചകന്മാർ ഇത് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമ എഴുത്തുകാർ ഇതിനെപ്പറ്റി ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളുണ്ട്. 260 അധ്യായങ്ങളിൽ 362 പ്രാവശ്യം യേശുവിന്റെ മടങ്ങി വരവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ 362 പ്രാവശ്യം യേശുവിന്റെ മടങ്ങി വരവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ യേശു മടങ്ങി വരും എന്നുള്ളത് കാലലക്ഷണങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുക. ലോകസംഭവങ്ങൾ, ലോകത്തിൽ നടക്കുന്നതായ കാര്യങ്ങളൊക്കെ, പ്രകൃതിയിലും കരയിലും കടലിലുമൊക്കെ ആകാശത്ത് നോക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വമാണെങ്കിൽ നമ്മൾ ഒരു കാര്യം വിളിച്ചറിയിക്കുകയാണ്. യേശുവിന്റെ വരവിനുള്ളതായ മുന്നോടിയായിട്ട് കാര്യങ്ങൾ, സംഭവങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തക പ്രവചനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കുകയാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. അത് യേശു മടങ്ങി വരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. 2 ദൂതന്മാരെ യേശു സ്വർഗാരോഹണം ചെയ്ത സമയത്ത് നോക്കി നിന്ന ഗലീല പുരുഷന്മാരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങൾ യേശു എങ്ങനെ സ്വർഗത്തിലേക്ക് പോയോ അങ്ങനെ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും. അത് മാത്രമല്ല, 2 ദൂതന്മാർ പറഞ്ഞത് മാത്രമല്ല, യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 13-ാം അധ്യായം കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തന്റെ പെസഹ ആഘോഷത്തിന്റെ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി അധികകാലം ഞാനിവിടെ ഇല്ല, ഞാൻ എൻ്റെ പിതാവിന്റെ അരികിലേക്ക് പോവുകയാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ഇത് അവരുടെ ഹൃദയത്തിൽ ഒത്തിരി പ്രയാസം ഉണ്ടാക്കി. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആരാണിത് പറഞ്ഞെന്നറിയാമോ? എൻ്റെ കർത്താവ് പറഞ്ഞാണ്, യേശു പറഞ്ഞതാണ്. അതുകൊണ്ട് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. യേശു രാജാതിരാജാവും കർത്താവുമായിട്ട് ഈ ഭൂമിയിലേക്ക് വരും. അതിന് യാതൊരു സംശയത്തിൻ്റെയും കാര്യമില്ല. വീണ്ടുമാണെങ്കിൽ അത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഫിലിപ്പിയിലെ ആളുകളെ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഫിലിപ്പിയർ 3:20, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രാജാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇത് ഒരു വലിയ പ്രത്യാശ അവർക്ക് കൊടുക്കുകയായിരുന്നു. അവരാണെങ്കിൽ യേശു മടങ്ങി വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു വലിയ
തർക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവരെ ഒന്ന് ഉറപ്പിച്ചിട്ട് പറയുകയാണ്, അവൻ രാജാവായിട്ട് വീണ്ടും വരുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഫിലിപ്പിയർ 3:20. അത് കഴിഞ്ഞ 2000 വർഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, യേശു വരും വരും വരുമെന്ന്. എവിടെങ്കിലും വന്നു? ഇതുവരെയും വന്നില്ല. എന്നാൽ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്താണെന്ന് അറിയാവോ? യേശു വരും. ജീവിതത്തിന്റെ കഷ്ടതകൾ 1-ാം നൂറ്റാണ്ടിലെ ആളുകൾ, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അനുഭവിച്ച കഷ്ടതയ്ക്ക് ഒരു കയ്യും കണക്കുമില്ലായിരുന്നു. അതുകൊണ്ട് കൊച്ചുഞ്ഞു ഉപദേശിയാണെങ്കിൽ അതിനെപ്പറ്റി പാടി. ഞാനാണെങ്കിൽ എൻ്റെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാലും 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 1-ാം നൂറ്റാണ്ടിലെ കഷ്ടതയെപ്പറ്റി കൊച്ചുഞ്ഞുപദേശി പാടിയത് ഇപ്രകാരമായിരുന്നു: വളൽമരിക്കിലും പഞ്ഞത്തൽ ചാകിലും സിംഹങ്ങൾ ചീന്തി കഴുകന്മാർ പാറിക്കിലും, വളൽമരിക്കിലും പഞ്ഞത്തൽ ചാകിലും സിംഹങ്ങൾ ചീന്തി കഴുകന്മാർ പാറിക്കിലും. വീണ്ടും അദ്ദേഹമാണെങ്കിൽ അന്നത്തെ കഷ്ടതയോർത്ത് പാടി: വീട്ടിൽ മരിക്കയോ, കാട്ടിൽ പോയി ചാകയോ, റോമയിൽ പോകയോ, തടവിൽ ഞാനാകയോ, അടികളും ഇടികളും വഴികളും ദൂഷികളും അരുമയുള്ള യേശുവിൻ പേരിൽ ഞാൻ സഹിക്കാം. ഒരു കാലഘട്ടത്തില് വിശ്വാസികൾ നേരിട്ടതായ വലിയ പീഡനങ്ങൾ, ഇതിനേക്കാൾ വലിയ പീഡനങ്ങൾ ഇനി വരാനായിട്ട് പോവുകയാണ് അന്ത്യനാളുകളിൽ. യേശു ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഈ ലോകത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമായിരിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് കടന്നു വരും. അതുകൊണ്ട് അന്ന് ഈ പീഡനങ്ങളൊക്കെ അനുഭവിച്ചതിന് ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. റോമൻ ഗവൺമെന്റിനോടും അന്നുള്ള ആളുകളോടും ഒക്കെ അവർക്ക് ധൈര്യമായിട്ട് പറയാനൊന്നുണ്ടായിരുന്നു: നിങ്ങൾക്ക് ഈ ശരീരത്തെ മാത്രമേ നശിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ, പക്ഷേ ഞങ്ങളുടെ ആത്മാവിന്റെ മേൽ നിങ്ങൾക്കൊരു നിയന്ത്രണമില്ല. ആത്മാവ് എന്തെടുക്കും? അതിന്റെ ഉടമസ്ഥന്റെ അടുക്കലേക്ക് കടന്നു പോകും, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകും എന്നുള്ള വലിയൊരു ഉറപ്പായിരുന്നു. ഇന്നും പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. എൻ്റെ യേശു രാജാതിരാജാവും കർത്താതി കർത്താവുമായിട്ട് വരുവാനായിട്ട് പോവുകയും അവനോടുകൂടെ ചേരുന്ന ഒരു സുദിനമുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 2000 വർഷമായിട്ട് പ്രസംഗിച്ചിട്ട് യേശു വരുന്നില്ല എന്ന് പരിഹാസികളൊക്കെ ഇങ്ങനെ അന്ത്യകാലത്ത് പറഞ്ഞു നടക്കുമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. എന്താ യേശുവിന്റെ വരവ് താമസിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? ഞാനും നിങ്ങളും മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. എൻ്റെ ദൈവത്തിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ എന്തിനാണെന്നറിയാമോ? ഒരു പാപിയുടെ മാനസാന്തരപ്പെടണം, ഒരാളുടെ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരണം. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദാറ്റ് നോ വൺ ഷുഡ് ബി പെരിഷ്ഡ്. ഒരു മനുഷ്യനും നശിച്ചു പോകരുത്. എല്ലാവരും എവിടെ എത്തിയിരിക്കണം? ദൈവസന്നിധിയിൽ എത്തിയിരിക്കണം. അതുകൊണ്ട് കൃപയുടെ വാതിൽ ഇപ്പം നമുക്ക് വേണ്ടിയിട്ടൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ്, ഓരോരുത്തരും ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ദൈവം തന്റെ വരവ് താമസിപ്പിക്കുന്നുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ കർത്താവ് വരുവാനായിട്ട് താമസിക്കുകയല്ല. പിന്നെയോ അവന്റെ ദീർഘക്ഷമയൊന്ന് മാത്രം. ഒരാളുകൂടെ ഒരു പാപി കൂടെ മാനസാന്തരപ്പെടണം, ഒരു പാപി കൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം എന്നുള്ളതായ ഒരു ഏക ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവന്റെ വരവ് താമസിക്കുന്നത്. അത് ഏത് നിമിഷവും ഉണ്ടാകാം. പക്ഷേ ആ വരവിന് വേണ്ടിയിട്ട് നാം എന്തെടുക്കണം? ഒരുങ്ങിക്കാത്തിരിക്കണം, ഉണർവോടുകൂടെ ഇരിക്കണം. ഏത് നിമിഷവും എൻ്റെ കർത്താവ് കടന്നു വരാം, അവൻ വരട്ടെ, വന്നാൽ ഞാൻ അവനോട് കൂടെ ചേരുമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ് നമുക്കുണ്ടാകേണ്ടത്. ആ പ്രത്യാശയിൽ ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ കർത്താവിന്റെ വരവിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അവൻ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നു. 2, അവൻ വിശുദ്ധന്മാരോട് കൂടെ വരുന്നു. ഈ 2 ഭാഗങ്ങളാണ് കർത്താവിന്റെ വരവിനുള്ളത്. ഒന്ന്, അവൻ വിശുദ്ധന്മാർക്ക് വേണ്ടി വരുന്നു. 2, അവന് വിശുദ്ധന്മാരോട് കൂടെ വരുന്നു. ഈ വിശുദ്ധന്മാർക്ക് വേണ്ടി വരുന്നതിനെയാണ് മധ്യാകാശ വാഴ്ച എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ കർത്താവിന്റെ രഹസ്യ വരവെന്ന് പറയുന്നത് അവന്റെ വരവിന്റെ ആദ്യഘട്ടമാണ്. ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ ഈ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ, തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ, തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ
എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ആയിരിക്കും. അതായത് ഈ ഭാഗം നമ്മെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ഓർപ്പിക്കുകയാണ്. എന്താണെന്നറിയാവോ? കർത്താവ് ആദ്യമേ വരുന്നത് എവിടെയാണ്? മധ്യാകാശത്തിലാണ്. മധ്യാകാശത്തിൽ വരുന്നതായ ഈ വരവ് അത് ആര് മാത്രമേ കേൾക്കുകയുള്ളൂ? ക്രിസ്തുവിൽ മരിച്ച വൃതന്മാര് മാത്രമേ കേൾക്കുകയുള്ളൂ. ബാക്കി ആരും അതായത് ഈ ശബ്ദം കേൾക്കുകയില്ല. കർത്താവിന്റെ വരവ് ആര് മാത്രമേ കേൾക്കുകയുള്ളൂ? അതായത് വിശുദ്ധന്മാര് മാത്രമേ കേൾക്കുകയുള്ളൂ. എങ്ങനെയാണ് വിശുദ്ധന്മാര്? ക്രിസ്തുവിൽ മരിച്ചവർ. നമ്മുടെ ആളുകളൊക്കെ ചിന്തിക്കും മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അതായത് മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, ഒരു സംശയവും വേണ്ട. അത് പക്ഷേ ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ക്രിസ്തുവിൽ മരിക്കാത്തവര് അതിനുശേഷം 1000 വർഷത്തിന് ശേഷം മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്രിസ്തുവിൽ മരിച്ചവര് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ മധ്യാകാശത്തില് വാർത്ത് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഈ ഭൂമിയിൽ വന്ന് 1000 ആണ്ട് മില്ലേനിയം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അതായത് ലോകാവസാനത്തിങ്കൽ അതായത് ദൈവം വെള്ളസിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് മരിച്ചവർ ആബാലവൃദ്ധം ആരുടെ മുൻപിൽ നിൽക്കുന്നത്? വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതായത് വിശുദ്ധ യോഹന്നാൻ എഴുതുകയാണ്, അതായത് മരിച്ചവർ ആബാലവൃദ്ധം, മരിച്ചവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പാപത്തിൽ മരിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അതായത് ക്രിസ്തുവിൽ മരിച്ചവരാണ്. ആ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ആര് മാത്രമേ ഉയർത്തെഴുന്നേൽക്കാറുള്ളൂ? ക്രിസ്തു യേശുവിൽ മരിച്ചവർ മാത്രം. ആരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്? ആരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്? എന്നെക്കാട്ടിൽ കൂടുതൽ സുവിശേഷം കേട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആരാണ് ക്രിസ്തുവിൽ മരിച്ചവര്? ക്രിസ്തുവിൽ ജനിച്ചവർ. ക്രിസ്തുവിൽ ജനിക്കണമെങ്കിൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച അതായത് ദൈവ മക്കൾക്ക് മാത്രമേ, അവർക്ക് മാത്രമേ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതായ ഒരു ദൈവ പൈതലിന് മാത്രമേ യേശു മധ്യാകാശത്തിൽ വരുന്ന സമയത്ത് കാഹള ശബ്ദം കേൾക്കാനായിട്ട്, ഗംഭീരനാദം കേൾക്കാനായിട്ട് കഴിയുള്ളൂ. അന്ന് അവരെന്തെടുക്കും? ഉയർത്തെഴുന്നേൽക്കും, ഒരു സംശയവും വേണ്ട. ഇത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കയിലെ ആളുകൾക്ക് അത് ഒരു സംശയം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുമോ, അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയുള്ളതായ ഒരു സംശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതായത് അവരെയാണെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? അതായത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായുള്ള ആളുകളൊക്കെയും എന്തെടുക്കും? അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്ന് അതായത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതായത് കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം, പിന്നെ കർത്താവിൽ ജനിക്കണം, പിന്നെ കർത്താവിൽ ജീവിക്കണം. റൈറ്റ്, കർത്താവിൽ ജനിക്കണം, കർത്താവിൽ ജീവിക്കണം, പിന്നെ കർത്താവിൽ മരിക്കണം. അങ്ങനെയുള്ളവര് കാഹള ശബ്ദം കേൾക്കുമ്പോൾ എന്തെടുത്തേക്കും? ഉയർത്തെഴുന്നേൽക്കും. അതാണ് പറഞ്ഞ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ എന്തെടുക്കും? മുൻപേ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വരവിന് അത് കേൾക്കുന്നതായുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു. കർത്താവ് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ വരുന്നത്. ഇത് എന്ത് സംഭവിക്കും? ലോകാവസാനത്തിന്, ലോകം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 7 വർഷത്തിന്റെ ആരംഭത്തിങ്കൽ കർത്താവിന്റെ മധ്യാകാശ പ്രവേശനം ഉണ്ടാകും. അത് 7 വർഷക്കാലം തന്റെ വിശുദ്ധന്മാരുമായിട്ട് മണവാട്ടി സഭയുമായിട്ട് കർത്താവ് എവിടെ പാർക്കും? അത് മധ്യാകാശത്തില് പാർക്കും. ആ മധ്യാകാശത്തിൽ വെച്ച് തന്റെ മണവാട്ടി സഭയെ കർത്താവ് എന്ത് ചെയ്യും? വേളി കഴിക്കും. അങ്ങനെ വേളി കഴിച്ച മണവാട്ടി സഭയും വിശുദ്ധന്മാരുമായിട്ടാണ് കർത്താവ് തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതാണ് പറഞ്ഞ സകല കണ്ണും അന്ന് അവനെ കാണും. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൊസഷനാണ്. ആ പ്രൊസഷനിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നറിയാമോ? എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത രണ്ടാമത് പറയാം. എന്നാൽ ആ മഹത്വ പ്രത്യക്ഷതയിൽ അവനോട് കൂടെ അന്ന് അവന്റെ കൂടെയുള്ളത് ആരൊക്കെയാണെന്നറിയാമോ? ഈ മണവാട്ടി സഭ, ഈ വിശുദ്ധന്മാര്, അവർ വെള്ള നിലയങ്കി ധരിച്ച് അവനോട് കൂടെ ഉണ്ടായിരിക്കും. 2 അവനോട് കൂടെ അന്നുണ്ടായിരിക്കുന്നത് വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 11 മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പും ധരിച്ചിരിക്കുന്നു.
അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിര പുറത്ത് കയറി അവനെ അനുഗമിക്കുന്നു. അപ്പോൾ യേശു തന്റെ മഹത്വ പ്രത്യക്ഷതയില് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവനോടുകൂടി ആരുണ്ട്? കോടാനുകോടി ദൂതന്മാര്. എങ്ങനെയാണ്? ശുഭ്രവും ശുഭ്രവുമായ വെള്ളവസ്ത്രം ധരിച്ച് വെള്ളക്കുതിര പുറത്ത് കയറി യേശുവിനെ അനുഗമിക്കുന്നു. അത് ഈ യൂദായുടെ ലേഖനം 15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 1000 വിശുദ്ധന്മാരോടുകൂടെ അവൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് യേശു വരുമ്പോൾ യേശുവിനോടുകൂടെ 2 കൂട്ടരെ പറ്റി പറയുകയാണ്. ഒന്ന് വിശുദ്ധന്മാര്, രണ്ടാമതായിട്ട് ആരാണ്? അതായത് തന്റെ സൈന്യം. ഇനിയും ആരാണ്? ഈ 19 അധ്യായത്തിന്റെ 11 വാക്യം പറയുന്നു: അനന്തരം ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ആ വെള്ളക്കുതിരപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതാണ് രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു. അവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതായിരുന്നു. അവന്റെ തലയിൽ എന്തുണ്ടായിരുന്നു? രാജമുടി ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ഇനിയും വരുന്നത് ആരാണെന്നറിയാമോ? 1-ാമത്തെ വരവില് അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് വന്നുവെങ്കിൽ 2-ാമത്തെ വരവിൽ അവൻ ആരായിട്ടായിരിക്കും എന്നറിയാമോ? ആ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായി, ഗർജിക്കുന്ന സിംഹമായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി ഈ ലോകത്തിലോട്ട് വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രൊസഷൻ ആയിരിക്കും. അതാണ് പറയുന്നത്. അതായത് അവൻ മേഘാരൂഢനായിട്ട് വരുന്നു. സകല കണ്ണും അവനെ കാണുമോ? സകല കണ്ണും കാണും. കാരണം അത് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? സകല കണ്ണും അവനെ കാണത്തക്കവണ്ണം എന്തോ ഒരു വലിയ പ്രൊസഷനാണ്. ദൂതന്മാരാണെങ്കിൽ വെള്ളക്കുതിരപ്പുറത്ത് ഇവനെയാണെങ്കിൽ അനുഗമിക്കുന്നു. അതായത് വിശുദ്ധന്മാരാണെങ്കിൽ അവനോട് കൂടെ എന്തൊരു വലിയ പ്രൊസഷനാണ്. അതായത് ഈ പ്രൊസഷന് ഞാൻ ഇത് പറയുമ്പോഴാണെങ്കിൽ എൻ്റെ വിഷയത്തിൽ നിന്ന് ഒത്തിരി അങ്ങ് വിട്ടുപോയി. എനിക്ക് വളരെ ആത്മാവിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഈ പണ്ട് ഈ നമ്മുടെ നാട്ടുരാജാക്കന്മാരൊക്കെ ആണെങ്കിൽ പ്രൊസഷൻ നടത്തുമ്പോൾ അവർ എങ്ങനെ പ്രൊസഷൻ നടത്തുന്നത്? ആനയുണ്ട്, അമ്പാരിയുണ്ട്, കുതിര കാലാൾപ്പടയുണ്ട്, പിന്നെ മറ്റനേക ആളുകളുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ ഈ ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാർ ഇത് കാണുമ്പോൾ വളരെ ആശ്ചര്യത്തോടുകൂടെ നോക്കി നിൽക്കുമായിരുന്നു. എന്നാൽ വേറെ ഈ ഭൂമിയിലുള്ള പ്രൊസഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് റോമൻ പട്ടാളക്കാര് വിദേശ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം കൊള്ള മുതലുകളുമായിട്ട് അടിമകളുമായിട്ട് റോമിന്റെ തിരുവീതിയിലൂടെ ക്യാപിറ്റോളിയൻ ഹില്ലിലേക്ക് നടക്കുന്നതായുള്ള പ്രൊസഷൻ. ഇവർ പോകുമ്പോൾ ഈ റോഡിന്റെ 2 വശത്തും ജനം നിന്നിട്ട് ജയഭേരി മുഴക്കിക്കൊണ്ട് ഇരിക്കും. ഇത് ഒരു വലിയ പ്രൊസഷനായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ സകല പ്രതാപവും കാണിക്കത്തക്ക തരത്തിൽ. എന്നാൽ തിരുവചനമാണെങ്കിൽ മറ്റൊരു പ്രൊസഷനെ പറ്റി പറയുന്നുണ്ട് 68-ാം സങ്കീർത്തനത്തിൽ. അതാണെങ്കിൽ ദാവീദ് രാജാവ് തന്റെ അരമനയൊക്കെ പണിതതിനു ശേഷം അദ്ദേഹത്തിനാണെങ്കിൽ ഒരു വലിയ മനോവിഷമം ഉണ്ടായി. ദൈവത്തിന്റെ പെട്ടകം ഓബേദ്-ഏദോമിന്റെ ഭവനത്തിൽ ഇരിക്കുക. അതുകൊണ്ട് അവിടുന്ന് അതെന്തോ എടുത്തോണ്ട് വരണം. അതുകൊണ്ട് അതിന്റെ 68-ാം സങ്കീർത്തനത്തിന്റെ 24-25 വാക്യം ഒന്ന് വായിക്കാമോ? ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൂട്ടുന്ന കന്യകുമാർ ഇരുപുറവും നടന്നു. എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊസഷനാണ്. ദൈവത്തിന്റെ പെട്ടകം ഓബേദ്-ഏദോമിന്റെ ഭവനത്തിൽ നിന്ന് എവിടേക്ക് കൊണ്ടുവരുമ്പോൾ, യെരുശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് എന്തോ ഒരു വലിയ പ്രൊസഷനായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ പ്രൊസഷനായിട്ട് എൻ്റെ യേശു രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് പോകുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ യഹൂദന്മാര് അവന്റെ തലയിൽ രാജമുടിയുണ്ട്. അവന്റെ കയ്യില് യഹൂദന്മാര് പണ്ട് അവനെ ക്രൂശിച്ച സമയത്ത് എന്താ കൊടുത്തെന്നറിയാമോ? അവന്റെ കയ്യില് യഹൂദന്മാർ അവനെ ക്രൂശിച്ച സമയത്ത് കളിയാക്കിക്കൊണ്ട് ഒരു കോല് കൊടുത്തു. രാജാവിന്റെ കയ്യിലെ ചെങ്കോൽ ഇതാകട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ ഇനിയും വരുമ്പോൾ അവന്റെ കൈവശം എന്താണെന്ന് അറിയാവുള്ളത്? നിങ്ങളെ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഒരു ഇരുമ്പ് ദണ്ഡ് അവന്റെ കയ്യിലുണ്ട്. വളരെ ശക്തിയോടുകൂടി തന്റെ ശത്രുക്കളെ മുഴുവൻ തകർത്ത് ഈ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ വരാനായിട്ട് പോകുകയാണ്. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് യേശുവിന്റെ രഹസ്യ പ്രത്യക്ഷത ആദ്യഘട്ടം, രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷത. ഈ രഹസ്യ പ്രത്യക്ഷത കേൾക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? വിശുദ്ധന്മാര് മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ. അവര് മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ രഹസ്യ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി യേശു കടന്നു വരുമ്പോൾ അവന് 3 ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഗംഭീരനാദം. യേശു വരുന്നത് എങ്ങനത്തെ ശബ്ദത്തോടു കൂടിയാണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും. എന്താ ഗംഭീരനാദത്തിന്റെ പ്രത്യേകത?
യേശു വരുമ്പോൾ എന്തിനാ ഗംഭീരനാഥം പുറപ്പെടുവിക്കുന്നത്? യേശു വരുമ്പോൾ അതായത് മനുഷ്യർ കേൾക്കാൻ പോകുന്നത്, പ്രത്യേകിച്ചും വിശുദ്ധന്മാർ കേൾക്കാൻ പോകുന്നത്, ഇത് വിശുദ്ധന്മാർ മാത്രമേ കേൾക്കത്തുള്ളൂ. വേറെ ആരും ഈ ശബ്ദം കേൾക്കത്തില്ല. എന്തിനാ ഗംഭീരനാഥം പുറപ്പെടുവിക്കുന്നത്? ഈ ഗംഭീരനാഥത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഗംഭീരനാഥം അതായത് ഇത് കല്ലറകളെ തകർക്കുന്ന ശബ്ദമാണ്, കല്ലറകളെ തകർക്കുന്ന നാമമാണ്. അത് മനുഷ്യന് കല്ലറയ്ക്കുള്ളിൽ ചെന്നിട്ട് മനുഷ്യന്റെ ജീർണിച്ച മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് ജീവൻ കടന്ന് അവന് ജീവൻ നൽകുന്ന നാമമാണ് എന്ന് പറയുന്നത്. അതായത് ഈ കർത്താവിന്റെ ഗംഭീരനാഥം. അതുകൊണ്ടാണ് കല്ലറയ്ക്കകത്ത് കിടക്കുന്നതായിട്ടുള്ള മരിച്ച മൃതന്മാരൊക്കെയും എങ്ങനെ മരിച്ചവര്? ക്രിസ്തുവിൽ മരിച്ച മൃതന്മാരൊക്കെയും ഗംഭീരനാഥം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അല്ലെങ്കിൽ പിന്നെ കല്ലറയുടെ അകത്ത് കിടക്കുന്നവരെങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത്? അതുകൊണ്ട് ഈ ശബ്ദമാണെങ്കിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശബ്ദമാണ്. ഈ ശബ്ദം ഗംഭീരനാഥം എങ്ങനെ കല്ലറകളെ തകർക്കുന്ന ശബ്ദമാണ്. അതായത് ജീർണിച്ച് ജീവനില്ലാത്ത അവസ്ഥയിൽ, നാറ്റം പിടിച്ച അവസ്ഥയിൽ ആയിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ ജീവൻ നൽകുന്ന ശബ്ദമാണ്. യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക. ലാസറാണെങ്കിൽ കല്ലറയെ തകർത്തിട്ട് എന്തെടുത്തു? പുറത്തു വന്നു. ഈ ശബ്ദം കല്ലറയെ തകർത്ത്, അതായത് തകർക്കുന്ന ശബ്ദമാണ്. ജീർണിച്ച ശരീരത്തിന് എന്ത് നൽകുന്ന ശബ്ദമാണ്? ജീർണിച്ച ശവശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അതിന് ജീവൻ നൽകുന്ന ശബ്ദമാണ്. അത് മാത്രമല്ല, അതായത് ഈ നയീനിലെ വിധവയുടെ മകന് അത് ഒരു വലിയ വിലാപയാത്രയായിട്ട് ഒരു മഞ്ചത്തിൽ അവനെ കൊണ്ടുവരികയായിരുന്നു. യേശു ആണെങ്കിൽ അടുത്ത് നിന്നിട്ട് ആ മഞ്ചത്തിൽ ഒന്ന് പിടിച്ചിട്ട് എന്താ പറഞ്ഞു? ബാല്യക്കാരാ എഴുന്നേൽക്ക, ബാല്യക്കാരാ എഴുന്നേൽക്ക. അതായത് ജീവനില്ലാത്തതായ ഒരു ശവശരീരം അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് യേശു ആണെങ്കിൽ തന്റെ ഗംഭീര ശബ്ദത്തിൽ പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക. ഏത് നിർജ്ജീയ അവസ്ഥയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശബ്ദം. ഈ ശബ്ദത്തോടു കൂടെയാണ് ആര് കടന്നു വരുന്നത്? അത് പുതുജീവൻ നൽകുന്നതായ ശബ്ദമാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല, യായിറോസിന്റെ ഭവനത്തിലാണെങ്കിൽ യേശു കടന്നു ചെന്നു. ഇപ്പോഴാണെങ്കിൽ അവിടെ വലിയ ആരവാരം ഉണ്ടായിരുന്നു. ബാല മരിച്ചു കിടക്കുകയാണ്. യേശു ആണെങ്കിൽ അവരോട് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, പിന്നെ എന്തുമാത്രം ചെയ്യുകയാണ്? ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അവരോ അവനെ കളിയാക്കി. യേശു ആണെങ്കിൽ ആ ഭവനത്തിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും ചേർത്ത്, അതായത് മാതാപിതാക്കളും ചേർത്തിട്ട് അകത്ത് ചെന്നിട്ട് അവളോട് പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക. അതായത് ഏത് ജീർണിച്ചതായ അവസ്ഥയിലും അതിന് ജീവൻ നൽകത്തക്കതായുള്ള ഗംഭീര ശബ്ദത്തോടു കൂടെയാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് നമ്മുടെ പേര് വിളിക്കുമ്പോൾ ഈ ഗംഭീര ശബ്ദം നാം കേൾക്കണമെങ്കിൽ, ഈ ശബ്ദത്തിന്റെ തരംഗം നമ്മുടെ കാതുകളിലേക്ക് ഒന്ന് കടന്നു വരണമെങ്കിൽ, അതായത് നാം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചേ മതിയാകുകയുള്ളൂ. അങ്ങനെ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചതായുള്ള ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് ഗംഭീര നാദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് എവിടെ? മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വരും. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ച വൃതന്മാരാണ് ആ ഗംഭീര യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കുക. രണ്ടാമതായിട്ട് അത് യേശു വരുമ്പോൾ കേൾക്കുന്ന ഒന്നാമത്തെ ശബ്ദം ഗംഭീരനാഥം, രണ്ടാമത്തെ ശബ്ദം പ്രധാന ദൂതന്റെ ശബ്ദം. ഈ യൂദായുടെ ലേഖനം ഇതിന്റെ 9-ാമത്തെ വാക്യം, അതിലാണെങ്കിൽ അത് മോശയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് പിശാച് വാദിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. മതി. അപ്പോഴ് അത് മോശയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് പിശാച് എന്തോടുത്ത് വാദിക്കുകയാണ്. എന്താ വാദിച്ചെന്നറിയാമോ? നീ വിചാരിക്കുന്നത് പോലെ ഈ മോശ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. അവനാണെങ്കിൽ അത്രമാത്രം നിന്നെ അനുസരിച്ചൊന്നുമല്ല. നീ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് കൊടുത്തു? പാറയെ അടിച്ചു. അതുകൊണ്ട് അവൻ അനുസരണമൊന്നുമുള്ളവനല്ല. പക്ഷേ അതായത് മോശയ്ക്കെതിരെ ദൂഷണം പറഞ്ഞപ്പോൾ മിഖായേൽ എന്തെടുത്തു? അവനെ കർത്താവിന്റെ നാമത്തിൽ എന്തെടുത്തു? ഫലിച്ചതേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. കർത്താവിന്റെ നാമത്തിൽ ഫലിച്ചേ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മയാണെങ്കിൽ കർത്താവ് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആരാണെങ്കിൽ? വീണ്ടും ജനിച്ച ദൈവ പൈതലാണെങ്കിൽ. ആരെല്ലാം അവകാശവാദം കഴിഞ്ഞ കാലങ്ങളിൽ പിശാച് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രാണന് വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം അവകാശം ഉന്നയിച്ചതാ. ഇയ്യോബിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് എന്താ അവകാശം ഉന്നയിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിൽ രോഗത്തിലൂടെ മറ്റു പ്രയാസങ്ങളിലൂടെ ഒക്കെ എത്രയോ പ്രാവശ്യം നമുക്ക് വേണ്ടിയിട്ട് പിശാച് അവകാശവാദം ഉന്നയിച്ച. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനാണെങ്കിൽ മിഖായേൽ ദൂതന്റെ ശബ്ദത്തോടുകൂടി നമുക്ക് വേണ്ടിയിട്ട് കടന്നു വന്ന് നമ്മയാണെങ്കിൽ വീണ്ടെടുക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവനാണെങ്കിൽ ഒന്നാമത് ഞാൻ പറഞ്ഞു,
ഈ ശബ്ദം കേൾക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? വിശുദ്ധന്മാർ മാത്രമേ കേൾക്കുകയുള്ളൂ. അത് കർത്താവ് വരാൻ താമസിച്ചാൽ വിശുദ്ധന്മാർ ആദ്യമേ എന്തോ എടുക്കും? ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമതായിട്ട് പിന്നെ ഇനിയും ആരാ ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ളത്? ജീവനോടെ ശേഷിക്കുന്ന. അതാ പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൂവിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് എന്തോ സംഭവിക്കും? നാം രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇനി മൂന്നാമത്തെ ശബ്ദമാണ് എന്ന് പറയുന്നത് കാഹളത്തിന്റെ ശബ്ദം. എന്തിനാ ഈ കാഹളം ഊതുന്നത്? കാഹളം എന്തിനു വേണ്ടിയിട്ടാണ്? സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ, സംഖ്യാപുസ്തകം 10-ന്റെ 1-2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവിടെ എന്താണെന്നറിയാമോ പറയുന്നത്? അതായത് ജീവനോടിരിക്കുന്നവർ മാത്രം കേൾക്കും. അതായത് ഗംഭീരനാദം മരിച്ചവർ മാത്രം കേൾക്കുമ്പോൾ കാഹള ശബ്ദം കേൾക്കുന്ന ആരാണ്? ജീവനോടിരിക്കുന്നവരാണ്. ഈ കാഹളം എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. സംഖ്യ 10-1-2 അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് ഭംഗിയായി അവയുണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൊണ്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാൻ ഊതണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ മതി. അവിടെ ഒത്തിരി കാര്യം പറയുന്നുണ്ട്. അപ്പൊ 2 കാര്യം പ്രധാനമായിട്ട് ഓർക്കണം. കാഹളം ഊതുന്നത്, 1 അതായത് സഭയെ വിളിച്ചു കൂട്ടുവാൻ, 2 ഈ ഇവിടെ നിന്ന് എന്താ കനാനിലേക്ക് പോകുന്നതിനുള്ള യാത്ര ആരംഭിക്കുവാൻ. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടാനായിട്ട്. അപ്പൊ 2 ഉദ്ദേശമായിരുന്നു. 1 സഭയെ വിളിച്ചു കൂട്ടുവാൻ, 2 ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് യാത്ര പുറപ്പെടുവാനായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഒക്കെയും ആണെങ്കിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി തന്നെ തയ്യാറെടുക്കുന്നവരാ. ഇവിടെയുള്ള യാത്രയാണ് സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയാണ്. അതായത് ഇവിടെ ജീവനോട് ശേഷിക്കുന്നതായ നാം ഈ കാഹള ശബ്ദം കേൾക്കുമോ? ജീവനോട് ശേഷിക്കുന്ന നാം ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ ഈ കാഹള ശബ്ദം കേൾക്കുമോ? ഈ ശരീരത്തോടു കൂടെ നമുക്ക് ഒരിക്കലും ദൈവസേനയിലോട്ട് കടന്നു പോകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ പറ്റത്തുള്ളൂ? രൂപാന്തരം പ്രാപിച്ചേ കടന്നു പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ശരീരത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ സ്പേസിൽ പോകുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ അവരുടെ പ്രത്യേകത? സ്പേസിൽ പോകുന്ന ആളുകളൊക്കെ എന്തിട്ടിട്ടുണ്ട്? സ്പേസ് സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇല്ലെങ്കിൽ വായുമണ്ഡലത്തിന് അപ്പുറത്തോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? ഈ ശരീരത്തോടു കൂടി കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ ശരീരത്തോടു കൂടി നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്തോ സംഭവിക്കും? രൂപാന്തരം സംഭവിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് ഈ മർത്യമായത് അമർത്യത്തെയും, അതുപോലെ തന്നെ പിന്നെന്താണ്? അതെ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് എന്തിനേയും പ്രാപിക്കണം? അമർത്യത്തെയും പ്രാപിക്കണം. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഈ ഫിലിപ്പിയർ 3:21 വായിക്കാമോ? ഫിലിപ്പിയർ 3:21 എളുപ്പം എടുത്ത് വായിച്ചാൽ തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയിലും ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി. ഇവിടെ 3:21 ഇപ്രകാരമാണ് പറഞ്ഞത്. അവൻ തന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഈ ശരീരത്തോടു കൂടെ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? രൂപാന്തരം സംഭവിക്കും. ഈ മൺമയമായ ശരീരം എങ്ങനെ ശരീരമായിട്ട് മാറും? പിൺമയമായ ശരീരമായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത്, അതായത് എന്താ, നമ്മളൊക്കെ ആണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ശരീരത്തോടു കൂടെയാണോ അല്ലാതെയാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്? ശരീരത്തോടു കൂടെയാണോ അല്ലാതെയാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്? ശരീരമില്ല എന്നാ ഒത്തിരി പേര്. ഒരിക്കലും ശരിയല്ല. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, കർത്താവിൽ മരിച്ച വൃദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ഒരു രൂപാന്തരം സംഭവിക്കും. സംഭവിക്കുമ്പോൾ ഈ മൺമയമായ ശരീരന്മാർ നമുക്ക് എന്ത് ശരീരം കിട്ടും? പിൺമയമായ ശരീരം കിട്ടും. ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ധാരാളം ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കും, അതായത് എവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അവിടെ കാണാം. കണ്ടാൽ ശരീരമില്ലാത്തതായുള്ള വെറും അതായത് ആത്മാവ് മാത്രമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അവരെ കാണും, അറിയും? യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്തുണ്ടായിരുന്നു?
ശരീരത്തോടുകൂടെയാ ശിഷ്യന്മാർ അവനെ കണ്ടത്. അവൻ ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിലേക്ക് പോയപ്പോൾ അവൻ എന്തുണ്ടായിരുന്നു? ശരീരമുണ്ടായിരുന്നു. ഈ ശരീരം മൺമയമായ ശരീരം മാറി വിൺമയമായ ശരീരം കിട്ടി. ശരീരത്തോടുകൂടെ മാത്രമാണ് നാം ദൈവസന്നിധിയിൽ എത്തുന്നത്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ഹരിക്കണം, അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അതായത് അത് വീണ്ടും പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, എന്താ, തന്റെ മഹത്വമുള്ള ശരീരത്തോട്, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഒരു കാര്യം വളരെ ശക്തമായി ഉറപ്പാക്കിക്കൊള്ളണം, ഈ ശരീരം ഇപ്പോഴിത് ചുക്കിച്ചുളുങ്ങിയ ശരീരമൊക്കെയാ, പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അതായത് മൺമയമായി ശരീരമൊക്കെ മാറിയിട്ട് എങ്ങനത്തെ ശരീരം കിട്ടും? രൂപാന്തരപ്പെട്ടതുപെട്ട് വിൺമയമായ ശരീരം കിട്ടിയായിരിക്കും ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നത്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടെ വെച്ച് കാണാമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് ശരീരമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇതെന്റെ അപ്പനാണ്, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ സഹോദരിയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്തുകൊടുക്കും? രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എതിരേൽപ്പാൻ, അതായത് എന്തുകൊടുക്കും? അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുമായിട്ടാണ് യേശു എവിടേക്ക് കടന്നു വരുന്നത്? ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഈ വിശുദ്ധന്മാരോട് കൂടെ ചേർന്നാണ് യേശു ഭൂമിയിലേക്ക്. അതിനെയാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷ എന്ന് പറയുന്നത്. അത് എല്ലാ കണ്ണും കാണും. നമ്മൾ മാത്രമല്ല കാണുന്ന, പിന്നെയോ അവനെ കുത്തിത്തുളച്ചവർ. ആരാ അവനെ കുത്തിത്തുളച്ചവർ? യഹൂദന്മാര് യേശു മശിഹായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് യഹൂദന്മാർ എന്ത് ചെയ്യുന്നത്? യേശുവിനെ മശിഹായിട്ട് അംഗീകരിക്കുന്നത്. അന്ന് അവർ പാപം ഏറ്റുപറഞ്ഞ്, അതായത് അവരൊക്കെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ആ ഭാഗം അങ്ങനെ തന്നെ ഓർപ്പിക്കുന്നത്. അവനെ കുത്തിത്തുളച്ചവരും, അതായത് അവനെ കുത്തിത്തുളച്ചവരും എന്ത് ചെയ്യും? അവനെ കാണും. ഇനിയുമാണെങ്കിൽ മധ്യാകാശത്തിൽ എത്ര വർഷമാണ്? ഞാൻ പറഞ്ഞു 7 വർഷക്കാലം. 7 വർഷക്കാലം വിശുദ്ധന്മാരെല്ലാം മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഭൂമിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, വിശുദ്ധന്മാർ എല്ലാവരും മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ടു. ആരോടുകൂടെയായി? കർത്താവിനോട് കൂടെയായി, യേശുവിനോട് കൂടെയായി. അന്ന് ഭൂമിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിലയ്ക്കും. ദൈവത്തിന്റെ കൃപ എന്നേക്കുമായിട്ട് അവസാനിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കൃപായുഗമാണ്, ഇപ്പം കൃപയുടെ കാലഘട്ടമാണ്. ഈ കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ടതായ കാര്യം അതാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ആയത് മാത്രമല്ല, ഈ ഭൂമിയിൽ ആയത് വലിയ കഷ്ടകാലമായിരിക്കും. അതിനെപ്പറ്റിയാണ് പറയുന്നത്, പീരീഡ് ഓഫ് ട്രിബുലേഷൻ. കർത്താവിനെതിരെയുള്ളതായ പ്രവർത്തനങ്ങൾ നാമമാത്ര സഭയുമായിട്ട് പിശാചാണെങ്കിൽ, അത് ഈ വേദപുസ്തകം തിരുവചനം ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ മടങ്ങിവരവിന്റെ സമയത്ത് ഈ ഭൂമിയിൽ അതിശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കും. അതിനെയാണ് മൃഗമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാത്താന്റെ പിന്തുണയോടുകൂടെ ഈ ലോകം ഭരിക്കുന്നതായുള്ള ശക്തനായുള്ള ഒരു ഭരണാധികാരി. അതായത് സാത്താന്റെ ശക്തി ആണ് അവനിലുള്ളത്. എതിർ ക്രിസ്തു എന്നാണ് പറയുന്നത്. എന്നാൽ തിരുവചനമാണെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ മനുഷ്യനെ പറ്റി പറയാനായിട്ട് ഉപയോഗിക്കുന്ന പദം എന്താണെന്ന് വെച്ചാൽ മൃഗമെന്നാണ്. കാരണം മൃഗത്തിന്റെ സ്വഭാവമാണ്. ആ മൃഗത്തിന്റെ സ്വഭാവത്തോടുകൂടി ഭൂമിയെ അടക്കി ഭരിക്കുന്നതായുള്ള ഒരു കാലഘട്ടം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെയാണ് ഈ കാലഘട്ടം ഭൂലോകത്തിൽ അന്നുവരെ ഉണ്ടായിട്ടുള്ളതും അന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും അതുവരെ കാണാത്തതുമായുള്ള കഷ്ടകാലമായിരിക്കും. അതുകൊണ്ട് ഇതിനെയാണെങ്കിൽ പീരീഡ് ഓഫ് ട്രിബുലേഷൻ, മഹോപദ്രവ കാലഘട്ടം എന്നാണ് പറയുന്നത്. അത് പോകട്ടെ. അപ്പൊ ഈ മധ്യാകാശത്തില് യേശു തന്റെ ഈ കഷ്ടകാലത്തിന് മുൻപാണ് യേശു തന്റെ വിശുദ്ധന്മാരെ എവിടേക്ക് എടുക്കുന്നത്? മധ്യാകാശത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെ മധ്യാകാശത്തിൽ 7 വർഷം അവിടെ താമസിക്കും. താമസിക്കുന്ന സമയത്താണ് യേശുവിന്റെ തന്റെ മണവാട്ടി എന്ന് പറയുന്ന ആരാണ്? വിശുദ്ധന്മാരുടെ കൂട്ടം, സഭയാണ്. അപ്പൊ ഈ മണവാട്ടി സഭ, ആ മണവാട്ടി സഭയെ വേളി കഴിച്ചിട്ട് അവിടെ അവരോടുകൂടെ 7 വർഷക്കാലം താമസിക്കുന്നത്. ഈ സമയത്ത് മധ്യാകാശത്തിൽ അവിടെയാണെങ്കിൽ യേശു തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടുന്നതായുള്ള ആദരവുകൾ നൽകുന്ന ഒരു സമയം കൂടെയാണ്. വേദപുസ്തകം പഠിച്ചാൽ 3 ന്യായാസനങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, ക്രിസ്തുവിന്റെ ന്യായാസനം. 2, തേജസ്സിന്റെ സിംഹാസനം. 3, വെള്ളസിംഹാസനം. 3 ന്യായവിധികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിന്റെ ന്യായാസനം. 2 കൊരിന്ത്യർ 5:10 വായിച്ച്. 2 കൊരിന്ത്യർ 5:10.
അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. അതായത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. ഒന്നാമത്തെ അതായത് ന്യായാസനം ക്രിസ്തുവിന്റെ ന്യായാസനം. ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എവിടെയാണ്? മധ്യാകാശത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധന്മാരെ ന്യായം വിധിക്കുന്നതിന് വേണ്ടിയിട്ട്. വിശുദ്ധന്മാർക്ക് ഒരു ന്യായവിധിയുണ്ടോ? കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് വിശുദ്ധന്മാർ. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരു ന്യായവിധിയുണ്ടോ? തീർച്ചയായിട്ടും ന്യായവിധിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ അവിടെ അങ്ങനെ ഇരിക്കും. അത് ഈ രണ്ടാമത്തെ ന്യായാസനം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് വേഗം ഈ ആദ്യ ഭാഗത്തോട്ട് വരാം. അത് രണ്ടാമത്തെ ന്യായാസനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് എടുക്കാമോ ആർക്കെങ്കിലും? എളുപ്പം എടുത്താൽ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. പിന്നെ സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടിവരുത്തും. മതി. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടിവരുത്തും. രണ്ടാമത്തെ ന്യായാസനം അതാണ്, തേജസ്സിന്റെ സിംഹാസനം. യേശു അവിടെ ഇരുന്നിട്ട് അവിടെ ആരെയാണ് ന്യായം വിധിക്കുന്നത്? സകല ജാതികളെയും, ജീവനുള്ളവരെ. അപ്പം മരിച്ചവരൊക്കെ ആണെങ്കിൽ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഇവിടെ പോയി? സ്വർഗത്തിൽ, അതായത് യേശുവിനോട് കൂടെ മധ്യാകാശത്തിൽ. രണ്ടാമതായിട്ട് പറയുകയാണ് തേജസ്സിന്റെ സിംഹാസനത്തിൽ സകല ജാതികളെയും ന്യായം വിധിക്കും. മൂന്നാമതായിട്ട് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ ഭാഗം 11-ാമത്തെ വാക്യം തുടങ്ങിയെന്ന് വായിക്കാമോ? ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കും കൊടുത്ത ന്യായവിധിയും ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു സെക്കൻഡ്, ഞാൻ ഈ നമ്മുടെയൊക്കെ ആണെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് ഇന്നിടത്തൊക്കെ അടക്കിയെങ്കിലേ, ഇന്നാരും വന്ന് അടക്കിയെങ്കിലേ ഒക്കെ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞെന്നറിയാമോ? സമുദ്രം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, പാതാളവും മരണവും തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഏത് സമയത്തായിരുന്നു? അന്ത്യന്യായ വിധിയുടെ സമയത്ത്. അത് വെള്ളസിംഹാസനമാണ് അന്ത്യന്യായ വിധി. അവിടെയാണെങ്കിൽ ഇരുന്നിട്ട് ന്യായം വിധിച്ചിട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്തു ചെയ്യുന്നു? തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഇത് രണ്ടാമത്തെ മരണം. ഈ രണ്ടാമത്തെ മരണത്തിന് വിശുദ്ധന്മാരുടെ മേൽ യാതൊരു അവകാശവും ഇല്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട്. അപ്പൊ ഇതാണ് ഈ 3 ന്യായാസനങ്ങളിൽ ആദ്യത്തെ ന്യായാസനമാണ് എന്ന് പറയുന്നത്. അതായത് ക്രിസ്തുവിന്റെ ന്യായാസനം. അതെവിടെയാണ്? സ്വർഗത്തിലാണ്. ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തില് അത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ ന്യായാസനം എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ന്യായാസനമാണ്. അത് ശിക്ഷയുടെ ന്യായാസനമല്ല. ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അതായത് പ്രതിഫലം ലഭിക്കും. ഇവിടെ 2 കാര്യം അതായത് അല്പം ഒന്ന് വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷയും പ്രതിഫലവും. എന്താ ഈ എഫേസ്യർ 2:8-9 ഒന്ന് വായിക്കാമോ എളുപ്പം? എഫേസ്യർ 2:8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാവുന്നു. അതെ. പിന്നെ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നിക്ക്. അതായത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ വിശ്വാസവും, അതായത് രക്ഷ നമ്മളുള്ള വിശ്വാസത്തിൽ ദൈവം നൽകി തരുന്നതായ കൃപയാണ്.
അപ്പം അത് വിശ്വാസത്തിലുള്ള വിശ്വാസത്തിൽ മൂലം നമുക്ക് ലഭിക്കുന്ന രക്ഷയ്ക്കാണ് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. പ്രവൃത്തി കൊണ്ട് ആരും ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. പ്രവൃത്തി കൊണ്ട് ആരും അതായത് ദൈവ രാജ്യത്തിൽ എത്തിച്ചേരുകയുമില്ല. പിന്നെ എന്താ? വിശ്വാസം കൊണ്ട് മാത്രമേ മനുഷ്യൻ രക്ഷിക്കപ്പെടത്തുള്ളൂ. പ്രവൃത്തിയൊക്കെയും കറപുരണ്ട തുണികളാണെന്ന് തിരുവചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. എന്നാൽ അതായത് ഈ വിശ്വാസവും രക്ഷയും പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് രക്ഷയ്ക്ക് അത് രക്ഷിക്കപ്പെടുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷയ്ക്കനുസരിച്ചുള്ളതായ പ്രവൃത്തി അവന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ദൈവം എന്നെയും നിങ്ങളെയും പറ്റി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും ദൈവസന്നിധിയിൽ എത്തുമോ? ഒരിക്കലും എത്തത്തില്ല. പിന്നെ എന്തുകൊണ്ട് മാത്രമേ എത്തത്തുള്ളൂ? വിശ്വാസം മൂലമുള്ള രക്ഷയിലൂടെ മാത്രമേ എത്തത്തുള്ളൂ. അതിന്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് വായിക്കാമോ? എഫേസ്യർ 2:8. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മെ ആണെങ്കിൽ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. പിന്നെ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായി. മതി. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ അതായത് ഇവിടെ രണ്ട് കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, അതായത് നമ്മൾ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അത് കൃപയാലാണെങ്കിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു വന്നിരിക്കുകയാണ്. ഈ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ എത്തിച്ചേർത്തില്ല. പിന്നെ അതായത് പ്രതിഫലം എന്തിനാണ് ലഭിക്കുന്നത്? പ്രവർത്തികൾക്കാണ് ലഭിക്കുന്നത്. രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. പ്രവൃത്തി എന്ന് പറയുന്നത് അധ്വാനത്തിലൂടെ നാം നേടിയെടുക്കുന്നതാണ്. കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് ലഭിക്കുന്നതാണ്. റിവാർഡ്സ് ആർ ഏൺഡ്. റിവാർഡ്സ് എന്ന് പറയുന്നത്, പ്രതിഫലം എന്ന് പറയുന്നത് അധ്വാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷയെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ദാനമാണ്. ഈ രക്ഷയ്ക്കാണ് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. പ്രവൃത്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ കൃപ ലഭിക്കത്തില്ല. പ്രവൃത്തിക്ക് പിന്നെ ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പ്രതിഫലം മാത്രമാണ് ലഭിക്കുന്നത്. ഈ പ്രതിഫലം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കിടുന്നത് അറിയാമോ? റോമർ 4:3 മുതൽ 5 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? റോമർ 4-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തെ വിശ്വസിച്ചു, അത് അവരുടെ നീതിക്കായി കണക്കെടുത്തു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് പ്രവർത്തിക്കുന്നവന് കൂലി ലഭിക്കുന്നത് കൃപയായിട്ടല്ല, പിന്നെ കടമായിട്ടത്രേ. അപ്പോഴ് പ്രവർത്തിക്കുന്നവന് കൂലി ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രതിഫലം ലഭിക്കുന്നത് എന്തായിട്ടാണ്? കടമായിട്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ആണെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ അതായത് കൃപയാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അതിനുവേണ്ടി നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. അത് ദൈവത്തിന്റെ കൃപയാണ്. അത് വിശ്വാസം മൂലമുള്ള രക്ഷയ്ക്കാണ് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. എന്നാൽ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി നമ്മളാണെങ്കിൽ അതായത് ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവം പ്രതിഫലമാണ് നൽകുന്നത്. നമ്മുടെ അധ്വാനത്തിന് പ്രതിഫലം നൽകും. ഈ അതായത് അധ്വാനത്തെ മാനിക്കാനായിട്ടാണ് ഇവിടെ ദൈവം ന്യായാസനത്തിൽ, യേശുവിന്റെ ന്യായാസനത്തിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഇരിക്കുന്നത്. അവിടെയാണെങ്കിൽ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്ത് ചെയ്യും? പകരം നൽകും. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 1 കൊരിന്ത്യർ 3:12 ഒന്ന് വായിക്കുമോ? 1 കൊരിന്ത്യർ 3:12. പറഞ്ഞു. ആ അടിസ്ഥാനത്തിന്മേൽ മതി. ആ അടിസ്ഥാനത്തിന്മേൽ, ഏതടിസ്ഥാനത്തിന്മേൽ? യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ എന്ത് വെച്ച് പണിയുമെങ്കിൽ? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ ഉപയോഗിച്ച് പണിയുമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം കിട്ടും. അതായത് നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായുള്ള ഈ പ്രവൃത്തി, അതായത് ഇറ്റേണൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണോ പണിത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന പണികളിലാണോ നാം ചെയ്തിട്ടുള്ളത്? നമ്മോട് തന്നെയൊക്കെ ഒന്ന് ചോദിക്കണം. എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഈ നാടുകളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കർത്താവ് വിലയിടുമ്പോൾ നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം നമ്മുടെ മനസാക്ഷിയോട്. എന്താണ് ഇവിടെ പറയുന്നറിയാമോ? പൊന്ന്, വെള്ളി, കല്ല്, ഇത് 3 ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കർത്താവ് ശോധന ചെയ്യും. എല്ലാ പണികളെയും നമ്മുടെ പ്രവൃത്തികളെയും ശോധന ചെയ്യുന്ന എന്തിൽ കൂടെ കടത്തിവിട്ടാണെന്നാണ് പറഞ്ഞത്?
തീയിൽ കൂടെ കടത്തിവിടും. തീയിൽ കൂടെ കടത്തിവിടുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ മാറ്റ് അവിടെ അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പൊന്നും വെള്ളിയും കല്ലും ഒക്കെ ആണെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. നിത്യതയ്ക്ക് വേണ്ടിയിട്ട് നാം പണിതായുള്ള പണിയെ ദൈവം മാനിക്കും. ആയത് മറ്റൊരു ഒരു കൂട്ടർ പണിത് ഇതുകൊണ്ടല്ല, പിന്നെ നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടാണ്. ഏതൊക്കെയാണത്? കല്ല്. ഏതൊക്കെയായിരുന്നത്? മരം, പിന്നെ പുല്ല്, വൈക്കോൽ. മരം, പുല്ല്, വൈക്കോൽ. ഇതുകൊണ്ട് പണിതായിട്ടുള്ള ഒത്തിരി പണികളുണ്ട്. അതായത് ഇതുകൊണ്ട് പണിത പണിയെല്ലാം തീയിലിടുമ്പോൾ എന്തെടുക്കും? വെന്തുപോകും. അതുകൊണ്ട് കർത്താവാണെങ്കിൽ അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വിശുദ്ധന്മാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികളെ തീയിലൂടെ ഒന്ന് കടത്തിവിടും. ഏത് പണിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? എന്ത് പ്രവൃത്തിയാണ് നാം ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് നശിച്ചു പോകുന്ന പണിയാണോ അതോ ശാശ്വതമായി നിൽക്കുന്ന പ്രവൃത്തിയാണോ? ശാശ്വതമായി നിൽക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണ് അതായത് കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു. അതായത് മുൻപന്മാർ പലരും എന്തായിത്തീരും? പിൻപന്മാരായിത്തീരും. പിൻപന്മാർ പലരും മുൻപന്മാരായിത്തീരും. നമ്മൾ പലപ്പോഴും ആണെങ്കിൽ ആയത് പലരുടെയും പ്രവർത്തികളെ നമുക്കാണെങ്കിൽ വിലയിരുത്താനായിട്ട് സാധിക്കും. പക്ഷേ ദൈവം വിലയിരുത്തിയപ്പോൾ ഒരു കാശിട്ടതായ വിധവ ഇവിടെ ഇട്ട സകലരെക്കാളിലും കൂടുതൽ ഇട്ടു എന്ന് ഞാൻ അതായത് കണ്ടു എന്ന് പറഞ്ഞ് ആദരിക്കുന്നതായുള്ള അതായത് ഇവിടെയാണെങ്കിൽ ഇവിടെ രണ്ട് വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഒരു ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. എന്താ? ഈ ദൈവസന്നിധിയിൽ നിൽക്കുന്നതെല്ലാം വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് ഇവരെ പറ്റിയാണെങ്കിൽ പറയുകയാണ് ചെയ്തത് നല്ലതാകിലും തീയതാകിലും. എന്താ ഈ നല്ലത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം, അതാണ്. എന്നാൽ തീയതാകിലും എന്ന് പറഞ്ഞാൽ, തീയതെന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായതെന്നുള്ള അർത്ഥമല്ല. പിന്നെ എന്താണെന്ന് അറിയാമോ? വിലയില്ലാത്തത്, മൂല്യമില്ലാത്തത് തീയുടെ അകത്തൂടെ കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യുന്നു? വെന്തുപോകുന്നത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തതായുള്ള എല്ലാ വിശുദ്ധന്മാരും എവിടെയുണ്ട്? ദൈവസന്നിധിയിലുണ്ട്. ആ ദൈവസന്നിധിയിൽ ചെന്നെത്തുമ്പോൾ അവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ന്യായാസനത്തിൽ ഇരുന്നിട്ട് ന്യായം വിധിക്കുമ്പോൾ അതായത് വെന്തുപോകാത്തതായ സാധനങ്ങൾ കൊണ്ട് പണിതിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് തക്കതായുള്ള പ്രതിഫലം ലഭിക്കും. അതായത് അല്ലാത്തവർക്ക് എന്ത് ചെയ്യും? ഒരു പ്രതിഫലവും ലഭിക്കത്തില്ല. എന്നാൽ അവർ വിശുദ്ധന്മാരുടെ പട്ടികയിൽപ്പെട്ടതുകൊണ്ട് അവരവിടെ കാണും. പക്ഷേ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അതായത് പ്രതിഫലം ഒന്നും തന്നെ കിട്ടില്ല. അവർ ലജ്ജിതരായിട്ട് അവിടെ നിൽക്കേണ്ടി വരും. ഇത് യാതൊരു സംശയത്തിന്റെയും കാര്യമില്ല. അതായത് അങ്ങനെ ദൈവം ഇരുന്നിട്ട് വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? കർത്താവ് കൊടുക്കുന്ന പ്രതിഫലത്തിന് എന്തെന്നാ പറയുന്നത്? കിരീടങ്ങൾ എന്ന് പറയും. അതായത് വേദപുസ്തകത്തില് 5 പ്രധാനപ്പെട്ട കിരീടങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ചിലരത് പറയും 5 അല്ല 7 കിരീടങ്ങളുണ്ട്, 9 കിരീടങ്ങളുണ്ടെന്നൊക്കെ പറയും. അതായത് 5-6 കിരീടത്തെ പറ്റി ഞാനൊന്ന് ഓടി പറഞ്ഞിട്ട് നിർത്താം. ഒന്ന് ദി ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം. ഇത് യാക്കോബ് 1:13 പറയുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. 1 ജീവകിരീടം, 2 ദ ഇംപെറിഷബിൾ ക്രൗൺ, വാടാത്ത കിരീടം. അതായത് 1 കൊരിന്ത്യർ 9:24 മുതൽ 25 വരെ. അവിടെ 25-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: അംഗം പുരുകുന്നവരൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു. അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കും. 2 വാടാത്ത കിരീടം. മൂന്നാമത്തേതെന്ന് പറയുന്നത് മൂന്നാമത്തെ കിരീടം പ്രശംസാ കിരീടം, ദ ക്രൗൺ ഓഫ് റിജോയ്സിംഗ്. 2 തെസ്സലോനിക്കർ 2:19-20. കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആർ. അതായത് ഇത് പ്രധാനമായിട്ടും ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്നതായുള്ള കിരീടമാണ്. 4 നീതിയുടെ കിരീടം, ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്. അതായത് 2 തീമോത്തിയോസ് 4:8. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, പിന്നെ ഈ കർത്താവിന്റെ വരവിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും ലഭിക്കുന്നതായുള്ള കിരീടമാണ്. 5 തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ദ ക്രൗൺ ഓഫ് ഗ്ലോറി. 1 പത്രോസ് 5:4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ തേജസ്സിന്റെ വാടാത്ത കിരീടം
പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടിയിട്ട് വലിയത് കരുതിയിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി തരാനായിട്ട് എന്തോ ഒരു വലിയ ഓണറാണ് സ്വർഗത്തിൽ കരുതിയിരിക്കുന്നത് അറിയാമോ? ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മെഡൽ കിട്ടിയാൽ, ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് ഒരു ആദരവ് കിട്ടിയാൽ, നാം ആണെങ്കിൽ എന്തോ എടുക്കും? ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ പ്രസിഡന്റ് അവിടെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആത്മീയരും അല്ലാത്തവരും എല്ലാം ഫേസ്ബുക്കിലും വാട്സപ്പിലും കൊണ്ട് അങ്ങ് നിറയ്ക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഇവിടെയാണെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായവന്റെ കയ്യിൽ നിന്ന് ഈ കിരീടം ഒന്ന് പ്രാപിച്ച് അവന്ന് തലയിൽ വെക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. വീണ്ടും പറയാം, ദ മാർട്ടിയേഴ്സ് ദ ക്രൗൺ. മാർട്ടിയേഴ്സ് ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ? രക്തസാക്ഷികൾക്കുള്ള കിരീടം. നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരാണ്? സ്തെഫാനോസ്. അതിന്റെ അവസാനത്തെ കണ്ണിയായിട്ട് ഗ്രഹാം സ്റ്റെയിൻസ് തുടങ്ങി ഇനി താഴോട്ട് ഒത്തിരി വിശുദ്ധന്മാരെ പറ്റി പറയാനുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ മാർട്ടിയേഴ്സ് കിരീടം. എന്നാൽ ഇവിടെ ആണെങ്കിൽ ഒരു കാര്യം പ്രധാനമായിട്ടും കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ദൈവമാണെങ്കിൽ നല്ല കിരീടങ്ങൾ, നല്ല പ്രതിഫലമാണെങ്കിൽ സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. പക്ഷേ സൂക്ഷിച്ചോണം. എന്താണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതിയുള്ള കിരീടം അശ്രദ്ധയോടുകൂടെ നാം കൈകാര്യം ചെയ്താൽ എന്ത് ചെയ്യും? അത് മറ്റുള്ളവര് എടുത്തോണ്ട് പോകും. ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെളിപാട് പുസ്തകം വെളിപാട് 3:11 എടുത്ത് വായിക്കാമോ? എളുപ്പം വായിച്ചാൽ മണി 4 വെളിപാട് 3:11. വെളിപാട് പുസ്തകം 3:11. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചു കൊള്ളുക. നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം എന്തെടുക്കണം? നിനക്കുള്ളത് പിടിച്ചു കൊള്ളണം. ഏശാവിന് ദൈവമാണെങ്കിൽ എന്തോ തീരുമാനിച്ചിരുന്നു? ജ്യേഷ്ഠാവകാശം തീരുമാനിച്ച് ഏശാവിന് വേണ്ടി കൊടുത്തതാണ്. ഏശാവാണെങ്കിൽ എന്തെടുത്തു? പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട. പിന്നെ യൂദായാണെങ്കിൽ ദൈവം വേറൊരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത് എന്തായിരുന്നു? യേശുവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെടുത്തിയതാ. പക്ഷേ അവൻ അശ്രദ്ധയോടുകൂടി ഉപേക്ഷിച്ചത് കൊണ്ട് എന്ത് പറ്റി? ആർക്ക് ലഭിച്ചു? യൂദാസിന് പകരം എടുത്ത ആരെയായിരുന്നു? മത്യാസിന് ലഭിച്ചു. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വലുത് സ്വർഗത്തിൽ കരുതിയിരിക്കുക. അതുകൊണ്ട് അത് വാങ്ങിച്ചോളണം. അശ്രദ്ധ മൂലം അതെന്ത് ചെയ്യരുത്? നഷ്ടമായി പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് വീണ്ടും വരാനായിട്ട് പോകുകയാണ്. അവൻ എതിരേൽപ്പാനായിട്ട് നമുക്കൊരുങ്ങാം. മനോഹരമായ ഒരു പാട്ടിന്റെ ഒരു ഈരടിയുണ്ട്. ഈ പേറുകാർക്ക് അറിയുമെങ്കിൽ നിങ്ങളോടൊന്ന് ചേർത്ത് പാടിയാൽ കൊള്ളാം. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീട കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, മഞ്ഞല്ല സ്വന്തം മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രതീകമേ, എന്നാശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ, എന്നാശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ തേജസ്സിൽ. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനായി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രിയ സാറ് നമ്മളെ ഓർപ്പിച്ചത്, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുമോ എന്ന് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ വളരെ ശക്തമായ വചനം നമ്മളോട് ഹൃദയത്തിൽ, ഹല്ലേലൂയ, നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. നമ്മൾ ഓടുന്നതും അധ്വാനവും വൃഥാവായി പോകാതെ, ഹല്ലേലൂയ,
കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയില് ഹാലേലുയ പ്രിയനോടൊത്ത് നമ്മളും കാണുവാൻ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ഹാലേലുയ ഹാലേലുയ ലക്ഷ്യസ്ഥാനത്ത് ചേരുവാൻ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹാലേലുയ കർത്താവെ, ഞാൻ തള്ളപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. ഹാലേലുയ 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 ആ നീതിമാന്മാരുടെ കൂട്ടത്തില് എന്നെയും കാണുവാൻ ഹാലേലുയ കർത്താവ് ഒരുക്കുമാറാണെന്ന് ദൈവസേനയിൽ നമുക്ക് സമർപ്പിക്കാം. ഹാലെ കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹാലേലുയ പ്രിയ ജോർജ് സാറിന്റെ ശക്തമായ വചനം ഈ വർഷത്തിന്റെ 2024 അവസാന ദിവസങ്ങളായിരിക്കുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ അവസരമായി ഹാലേലുയ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ഹാലേലുയ ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ ജോജി സഹോദരന് ഒരു നാളുകൾക്ക് ശേഷം കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നല്ലോ. പ്രിയദാസിനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് പ്രിയ ബാബുച്ചാൻ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് സമാപിക്കാം. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. കാരുണ്യവാനും ദയാലുമായ അടികളുടെ സ്വർഗസ്ഥനായ പൊന്നുപിതാവേ, അങ്ങ് വാഗ്ദത്തങ്ങൾക്ക് വിശ്വസൻ തന്നെയാണ്. അങ്ങ് വാക്കുമാറാത്ത ദൈവമാകുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 2 or 3 പേര് അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ മധ്യയിൽ എഴുന്നള്ളി വരാമെന്നോർത്ത വാഗ്ദത്തം ഞങ്ങൾക്കുണ്ട്. യഹോവ ദൈവമായിരിക്കുകയും അവനായി തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഭാഗ്യമുള്ളവരാണല്ലോ. ഈ ചെറിയ കൂട്ടമായി അടികൾക്ക് അങ്ങയുടെ സന്നിധിയിലെ മധ്യാഹ്ന നേരം കൂടി വരുവാൻ തന്ന വലിയ ഭാഗ്യത്തിൽ ആയുസനായി ചുറ്റുപാടുകൾക്കായി അങ്ങയുടെ വായിച്ചു. അങ്ങ് ഇന്നലെയും ഇന്നും എന്നേക്കും അന്യന് തന്നെ അപ്പ. യോവേ, വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം നൽകി തരാമെന്നർത്ഥ വചന വാഗ്ദത്തത്തിനായി സ്തോത്രം. എന്നടികളെ കേൾപ്പിച്ച ദൈവത്തിന് വചനത്തിന് അങ്ങേ സ്തുതിക്കുന്നു. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ കൂടെ നടത്തുന്ന ഒരു രക്ഷകനുണ്ടെങ്കിൽ അതങ്ങ് മാത്രമ. അനാദിയായ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്. കീഴേ ശാശ്വത ഭുജം ഈ ഞങ്ങൾക്കുണ്ടപ്പ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നയോളം അടികളെയും മരുഭൂമിക്കൂടെ ജയോത്സവമായി നടത്തി തന്നവനെ അങ്ങ് വാഴ്ത്തപ്പെട്ടവനത്തപ്പ. അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ ചെങ്കടലിലെ മധ്യേ ഇവിടെ ഞങ്ങളെ കടത്തി വെട്ടിയ ദൈവം തമ്പുരാനപ്പ. ഈ കനാൻ ദേശമായ വചനത്തിന്റെ ആമേൻ ആത്മാവിൽ ഞങ്ങൾക്ക് ആമേൻ കടന്നു വരുവാൻ എൻ്റെ തന്നിരിക്കുന്ന വലിയ ഭാഗ്യമെന്ന് ഞങ്ങൾ കണക്കാക്കുന്ന കർത്താവേ, ആ കാഹള ശബ്ദം ഞങ്ങളും കേൾക്കുവാൻ തക്കണം ഈ കാതുകളെ അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറഞ്ഞ ഒരു വചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ഞാൻ നല്ല പോരും പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിടുകളും എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല അങ്ങയുടെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച് ഏവർക്കും കൂടിയുള്ള നിന്റെ വചനം അടിങ്ങളെ കാലിന് ദീപമാണ്. ഞങ്ങളെ ദൈവമേ, നശിച്ചു പോകാനോ ഇടറിപ്പോകാനോ ഒരു നാളും ഇടയാകാത്ത കണം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേ പുത്രന്മാർ രക്ഷ പ്രാപിച്ച പോലും അങ്ങേ ദൈവമേ ആലയത്തിൽ ഞങ്ങളെപ്പോഴുമായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഈ ലോകത്തിന് അനുരൂപമായി തീരാൻ ഇടയാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ അടികളെ ഒട്ടക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്ന അപ്പ. ഒരു മേന്മയെ ഞങ്ങൾക്ക് പറയുവാനില്ല. യഹോവേ, എന്റെ കർത്താവിനോട് അരുളി, നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്നവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപമാണ് കർത്താവേ, ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാണ്. ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. ഇത് കാലം അടുത്ത വചനത്തിൽ കൂടി കർത്താവെ സംസാരത്തിന്റെ ദേവദാസനായി സ്തോത്രം കൂടി വന്നിരിക്കുന്ന അടികളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചുകൊണ്ട് ഞങ്ങൾക്കും പറയുവാൻ തക്കണം. ഉന്നതങ്ങൾ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നാഥ. തകർക്കുന്ന രാജൻ സൈന്യത്തിന്റെ മുൻപിലായി നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം ഏറ്റു പറയുവാൻ ജീവന്റെ ദേശത്തടികളെ അങ്ങ് നിർത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആദാമേ, നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവേ, ആമേൻ, അടിയൻ കർത്താവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചവനാകുന്നു എന്ന് പറയുവാൻ ഞങ്ങളെ ഏവരെയും ഉന്നതരെ സഹായിക്കണമേ. അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളിതാ പിരിയുന്നു. നിന്റെ പിരിയാത്ത സ്ഥാനം നിർവഹിച്ചുകൊള്ളമേ.
യേശു തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ദയവോട് കേട്ടുകൊള്ളുമേ. എൻ്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാവുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും വചനം പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ വചനത്തിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് ജീവിക്കുന്നതിനോടുകൂടിയും വചനം ശുശ്രൂഷിച്ച് അവിടുത്തെ അഭിഷക്തനോടും അഭിഷക്തൻ്റെ തുടർന്നുള്ള ശുശ്രൂഷയോടും അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടിയും ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. Praise the Praise the Lord. Lord. അടുത്ത ആഴ്ചയും നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരണമേ എന്ന് ഓർപ്പിക്കും.